പക്ഷേ ഈ പടം ഈ പറഞ്ഞ എന്തൊക്കെ മഴയുണ്ടെങ്കിലും കൊടുങ്കാറ്റുണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കും തോന്നുന്നു, അത്രമാത്രം ഗംഭീരമാണ്. അപ്പോൾ ആസിഫിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ മോനെപ്പോലെ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റും അവനോട്. അപ്പോൾ ആസിഫ് അങ്ങനെ എന്നോട്, അപ്പോൾ അതിന് ഞാൻ ശകലം ഓവർഡു ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നു, അന്ന് ആൾക്കാർ എന്നല്ലെങ്കിൽ എത്തൂല, നടേശ കൊല്ലണ്ട, ആ ഒരു നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അത് ടോവിനോട് റോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. എൻ്റെ റോള് ടോവിനൊക്കെ അഭിനയിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇത് നമ്മൾ മത്സരം വരുന്നത്. ഇന്ന് എന്നോടൊപ്പം നമ്മുടെ സ്വന്തം വിജയരാഘവനാണ്. ചേട്ടാ സ്വാഗതം. ചേട്ടാ ഇപ്പം കിഷ്കിന്ധാകാന്തം ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചേട്ടൻ എന്താ ഇപ്പോൾ പറയാനുള്ളത്? ഇതിപ്പോൾ ഒരു സന്തോഷം, എൻ്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു തന്ന സിനിമയാണിത്. എന്ന് വെച്ചാൽ ഗംഭീരമായൊരു കഥാപാത്രത്തിനപ്പുറം അതൊരു ഗംഭീര സ്ക്രിപ്റ്റാണ്. പിന്നെ അത് വളരെ ഭംഗിയായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല സംവിധായകൻ, പിന്നെ എൻ്റെ ഛായാഗ്രഹം തന്നെയാണല്ലോ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു സ്ക്രിപ്റ്റാണ്, ഞാൻ വായിച്ചിട്ടുള്ള വെച്ച് ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് എന്ന് എനിക്ക് തോന്നി. പക്ഷേ അപ്പം എന്നോട് ഒരു ചോദിച്ചാൽ ഇത് അങ്ങനെ നമുക്ക് തിയേറ്ററിൽ വന്ന് അതെനിക്കറിയാൻ പറ്റില്ല. നമ്മുടെ പ്രേക്ഷകൻ്റെ മനസ്സ് നമുക്കറിയില്ലല്ലോ. പലപ്പോഴും എനിക്ക് നല്ല സിനിമ എന്ന് തോന്നിയ ചില സിനിമകൾ ഓടിയിട്ടില്ല. ചില ബോർ സിനിമ എന്ന് പറഞ്ഞ ചില സാധനങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് ഓടുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഏതാ നല്ലതെന്ന് ഏതാ ഓടുന്നത് അറിയില്ല. അപ്പം അതിനെപ്പറ്റി എനിക്ക് അറിയില്ല എന്ന് പറയും. പക്ഷെ എന്നാലും അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു. മാത്രമല്ല ഇതൊരു വല്ലാത്തൊരു അനുഭവമാണെന്ന് ആൾക്കാർ പറയുന്നത്. ഇത് കണ്ടിട്ട് ഓരോരുത്തരും പറയുന്നത്, ചിലർ പറഞ്ഞ് തിയേറ്ററിൽ നിന്ന് എഴുന്നേക്കാൻ തോന്നിയില്ല, ചിലർ പറഞ്ഞ് ഉറങ്ങാൻ പറ്റിയില്ല, ചിലർ പറഞ്ഞ് 2 ദിവസം എൻ്റെ കൂടെ ആ കഥാപാത്രങ്ങൾ ആ സിറ്റുവേഷൻസ് ഉണ്ട്, എനിക്കെന്തോ മനസ്സിന് ഭാരം തോന്നി. അങ്ങനെ ഒരുപാട് പേര് ഇത് സിനിമ അവരെ വിട്ടു പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ അല്ലൊരു കലാസൃഷ്ടി, ഇപ്പോൾ സാഹിത്യ സൃഷ്ടിയാണല്ലോ. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ അത് ഇങ്ങനെ തങ്ങി നിൽക്കണം. ഇപ്പം വായന കഴിയുമ്പം തിയേറ്ററിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനകത്തൊരു എൻ്റെ ഒരു വിഷ്വലുണ്ടാവും. ഇത് നമ്മളൊരു വിഷ്വല് കഥയെല്ലാം നമ്മൾ അറിഞ്ഞിട്ടും പിന്നൊരു ഭാരം അങ്ങനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മാജിക്കാണ്. അങ്ങനെ നല്ല സിനിമ മലയാളത്തിൽ ആദ്യമായിട്ട് എനിക്ക് അനുഭവം. പിന്നെ ഒരുപാട് പേര് വിളിക്കുന്നു, അതെനിക്ക് എന്താ പറയുക, അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ശീലിച്ചത് നാടകം കളിക്കുമ്പോൾ ആൾക്കാരുടെ പ്രതികരണം അന്നേരം ഉണ്ടാവും, അന്നേരം കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട്. അത് നമുക്ക് സിനിമയില്ലല്ലോ. പക്ഷേ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ദിവസവും ഒരുപാട് പേരെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലുണ്ട്. പിന്നെ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ കാണാത്ത ചില തലങ്ങളിലൂടെ അവർ യാത്ര ചെയ്തിട്ട് അവർ അതിൻ്റെ അനുഭൂതി പറയുമ്പോഴേ നമുക്ക് ഒരുപാട് ലേയേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്ക്. ഒരു പ്രാവശ്യം കണ്ട ആൾക്കാർ രണ്ടാമത് സിനിമ കാണുമ്പോൾ വേറൊരു സിനിമയാണ്, രണ്ടാമത് കണ്ടാൽ മൂന്നാമത് കാണുമ്പോൾ പറയുന്നത് വേറൊരു വെർഷനുണ്ടെന്ന്. അപ്പോൾ ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു, അയാൾ 3 പ്രാവശ്യം കണ്ടു. അയാൾ പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് എൻ്റെ കാഴ്ച. ഇന്നലെ രണ്ടാമത് കണ്ട ആൾ പറഞ്ഞത് ഞാൻ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല എന്ന് രണ്ടാമത് കണ്ടപ്പോൾ. അതെനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാണുന്നതായിരിക്കും സിനിമ. ഇപ്പം അപ്പുപിള്ള എന്നുള്ള ക്യാരക്ടർ നമുക്ക് ആദ്യം കാണുമ്പോൾ എന്താണെന്ന് നമുക്ക് പിടിയിട്ടില്ല. പക്ഷേ ചേട്ടൻ പറഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത് കാണുമ്പോഴായിരിക്കും അയാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. പക്ഷേ പലരും പറയുന്നുണ്ട് ഇപ്പം നമുക്കതൊരു NN പിള്ളയുടെ ഒരു ഛായയൊക്കെ തോന്നി അപ്പുപിള്ളയ്ക്ക്. ആ ഒരു പക്ഷേ അഭിനയത്തിനൊന്നും ഒട്ടുമില്ല. ഞാൻ വ്യക്തമായിട്ട് എനിക്ക് അതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരിക്കലും ഒരാളെയും, അത് അച്ഛനാണെങ്കിൽ പോലും, എൻ്റെ അഭിനയത്തിൽ ഞാൻ ആരെയും അനുകരിക്കരുത് എന്നാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വളരെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അനുകരിക്കില്ല. പക്ഷേ ഈ അച്ഛൻ്റെ ചില ജസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഭാര്യയും എൻ്റെ സിസ്റ്റർമാരൊക്കെ പറയും, അയ്യോ പ്രായം വരുന്നതോറും അച്ഛനെപ്പോലെ തന്നെ വരിക എന്ന്. എൻ്റെ സിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എൻ്റെ ചില ശബ്ദങ്ങൾ, ചില അംഗവിക്ഷേപങ്ങളൊക്കെ, അത് പ്രായം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. പക്ഷെ ഞാനൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ചില മാനേഴ്സ് എനിക്കുണ്ട്. ഇപ്പം മൂക്ക് വലിക്കുക, അതെനിക്കുണ്ട്, അത് ഉള്ളതാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെ ഈ സിനിമയിൽ ആ സിനിമയിൽ അത് പുള്ളി അങ്ങ് ഭംഗിയായിട്ട് ഉപയോഗിച്ചപ്പോൾ അത് തോന്നുക. ഇതിനതൊക്കെ ചിലപ്പോൾ നമുക്ക് സങ്കടം ഇങ്ങനെ അടക്കിയിട്ട് വെച്ചിട്ട് ആ സമയത്താണത് ചെയ്യുന്നത്. ഈ കിഷ്കിന്ധാകാന്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആ സിനിമയ്ക്ക് ഒരു യുണീക്നെസ് ഉണ്ട്. ഓരോരുത്തരും ഒരു ക്യാരക്ടറാണ്. ഇപ്പം നമ്മൾ ആ വീടെടുത്തു കഴിഞ്ഞാൽ അതൊരു ക്യാരക്ടറാണ്. ഇപ്പം ആ ചുറ്റുമുള്ള കാടുകൾ അല്ലെ കുരങ്ങന്മാർ, അങ്ങനെ എല്ലാവർക്കും ഒരു യുണീക്നെസ് ഉണ്ട് ആ സിനിമയിൽ. അത് തന്നെയല്ലേ ആ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നു. പിന്നെ നമ്മൾ അടിമുടി ആ സിനിമ 100% ആ തിരക്കഥാകൃത്തിൻ്റെയും ക്യാമറാമാൻ്റെയും
ഡയറക്ടറുടെയും മനസ്സിലുണ്ട്. അവർ ഇതിന് മുമ്പ് കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞ പടം ചെയ്തു. അത് ഞാൻ ആ പടത്തിൽ ഞാനുണ്ട്. എനിക്ക് അങ്ങനെയാണ് അവരെ പരിചയം. പിന്നെ ഇവർ കഥ പറയാൻ ആദ്യം തിരക്കഥ എഴുതിയിട്ട് തിരക്കഥ കൈവച്ചിട്ട് എന്നെ വായിച്ച് കേൾപ്പിച്ചു. കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് അത് സ്ക്രിപ്റ്റായിട്ട് പ്രിൻ്റഡ് സ്ക്രിപ്റ്റ് എനിക്ക് തന്നു. ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ എൻ്റെ മോനോടും എൻ്റെ പെങ്ങളുടെ മകനൊക്കെയാണ്, അവർക്ക് ഈ വായന താല്പര്യമുള്ള, അപ്പോൾ അവരുടെ ഞാൻ പറഞ്ഞു ഇതാണ്ട സ്ക്രിപ്റ്റ്, ഇങ്ങനെ ആയിരിക്കണം സ്ക്രിപ്റ്റ് എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഞാൻ കൊടുത്തു. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ആ നടവഴിയും അതുമൊക്കെ വായനക്കാരന് തോന്നും. അപ്പോൾ അത് ആ എഴുതിയ ആളിന് കുറച്ചും കൂടെ അതിനെപ്പറ്റി ഒരു ബോധ്യത്തോടെയാണ് അവരെഴുതുന്നത്. അപ്പോൾ അത് അവർ ചിത്രീകരിച്ചപ്പോഴുണ്ട്. പിന്നെ അതിന് പറ്റിയൊരു ലൊക്കേഷൻ കിട്ടി. ഇവരാദ്യം കാഞ്ഞങ്ങാടാണ് ഒരു സ്ഥലം കണ്ടെത്തിയത്. പക്ഷേ അത് ഇവർക്കും അങ്ങോട്ട് തൃപ്തിയായില്ല. അതിൻ്റെ ടെറൈൻ വ്യത്യാസമുണ്ട്. കാസർഗോഡ് കുറച്ചുകൂടെ ഒരു പച്ചപ്പ് കുറവായിരിക്കും. അത് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോഴങ്ങനെ അപ്പോൾ ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അപ്പോൾ ഞാനും പറയുന്നത് നമുക്ക് ഇവിടെ അടുത്തെങ്ങാനും വേണമെങ്കിൽ നല്ലതാണ്. ഈ വളപ്പോൾ മനകളൊക്കെ ഉണ്ടല്ലോ അടുത്തടുത്തൊക്കെ, അങ്ങനെയുള്ള അങ്ങനെയാണ് ഇവിടെ വന്നത്. അങ്ങനെ വന്നപ്പോൾ അതൊരു 100% അതിന് പറ്റിയ സ്ഥലമാണ്. മഴ പോലും അതിനകത്തൊരു ക്യാരക്ടറാണ്. മഴയുണ്ട് ഇടയ്ക്ക്. മഴ നമ്മളെ ബുദ്ധിമുട്ടിച്ചു പലപ്പോഴും. പക്ഷേ അതൊക്കെ ഭാഗ്യമായിട്ട് വന്നു. ഈ മഴ ഇടയ്ക്ക് പെയ്താലുള്ള ഗുണം വെച്ചാൽ നല്ല ക്ലിയറാകും, അന്തരീക്ഷം ക്ലിയറാകും, വിഷ്വൽ ഭയങ്കര കുറേ കൂടെ ഫ്രഷായിട്ട് തോന്നും. പിന്നെ ഈ പച്ചപ്പൊക്കെ കരിമ്പച്ചയൊക്കെ കണ്ണിന് ഒരു കുളിർമയാണ്. അതൊക്കെ വലിയ ഒരുപാട് ഗുണം ചെയ്തു. ഇതെല്ലാം ഒത്തുവരിക, അത് ഒരുപാട് ഭാഗ്യമുണ്ട്. ഒരു സിനിമ വിജയിക്കുന്നതിന് ഘടകം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സിനിമ റിലീസ് ചെയ്യുന്ന അന്ന് ഒരു 4 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ പോരെ, അതിൻ്റെ ജാതകം വേറൊന്നാവും. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. പക്ഷേ ഈ പടം ഈ പറഞ്ഞ എന്തൊക്കെ മഴയുണ്ടെങ്കിലും കൊടുങ്കാറ്റുണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കും തോന്നുന്നു. അത്രമാത്രം ഗംഭീരമാണ്. ഒരു ഫെസ്റ്റിവൽ റിലീസും കൂടെ ആയിരുന്നല്ലോ, ഓണം സമയത്തായിരുന്നു. അല്ല, അത് അതിൻ്റെ പ്രൊഡ്യൂസറെ അങ്ങനെ അതിൻ്റെ ഗട്ട്സ് സമ്മതിക്കും. ഇങ്ങനൊരു സാധാരണ ഫെസ്റ്റിവൽ മൂവി എന്നൊക്കെ പറയുമ്പം ആൾക്കാർ കുറച്ച് രസിക്കാനും ചിരിക്കാനും അത്ഭുതപ്പെടാനും അങ്ങനെയൊക്കെ ത്രില്ലടിക്കാനൊക്കെ ഉള്ള കഥയായിരിക്കും. ഇത് അങ്ങനത്തെ ഒന്നും അല്ല എന്ന് ബോധ്യമുണ്ട് നമുക്ക്. പക്ഷേ എങ്കിലും അങ്ങനെ ഈ സമയത്ത് കൊണ്ട് ഇത് റിലീസ് ചെയ്തതിൻ്റെ ഒരു ധൈര്യം ഭയങ്കരം തന്നെ. പക്ഷെ അത് വളരെ ബുദ്ധിപൂർവ്വമാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള അതിൻ്റെ പുറകെ പോകുമ്പോൾ നല്ലൊരു സിനിമ കാണുക എന്നുള്ള മനുഷ്യൻ്റെയൊക്കെ ആഗ്രഹമാണല്ലോ. എപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മുടെ മനുഷ്യർ നല്ല സിനിമ വന്നാൽ തീർച്ചയായിട്ടും പുറകെ കാണാൻ പോകും. പിന്നെ ഈ ബാക്കി വരുന്നത് എല്ലാം കാണുന്നു എന്നേ ഉള്ളൂ, ഓരോ രീതിയിൽ. ഇതൊരു എല്ലാവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും കാണുന്നുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ വൃദ്ധരായ ആൾക്കാർക്ക് വരെ ഇത് അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ അപ്പുപിള്ള എന്നുള്ള ക്യാരക്ടർ പലരും, ഇപ്പം ഞാൻ പോലും എൻ്റെ അപ്പൂപ്പനിൽ പോലും കണ്ടിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് അതിലുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അതൊന്ന് പഠിച്ചതിന് ശേഷമാണോ താങ്കൾ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് ഇറങ്ങുക, അതോ അവിടെ ചെന്നിട്ട് അങ്ങ് ഇമ്പ്രൂവൈസ് ചെയ്യുകയാണ് ചെയ്യുക? അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഒരു ക്യാരക്ടർ കിട്ടി അങ്ങനെ അതിൻ്റെ പുറകെ പോയി പഠിക്കുക അങ്ങനത്തെ ഒന്നും അങ്ങനെയല്ല. എനിക്കൊന്ന് ഞാൻ ഇതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ ഒക്കെ ആലോചിച്ചത് മറ്റേ പൂക്കാലം അത് ചെയ്തപ്പോൾ. അത് ഈ പ്രായം ഭയങ്കര ഡിഫറൻസ് ആണ്, 100 വയസ്സ്. അപ്പോൾ അത്രയും പ്രായത്തിലുള്ളവരുടെ ജസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി. പിന്നെ ഇത് അങ്ങനെ എനിക്ക് വലിയ ആലോചന ഉണ്ടായിട്ടില്ല. എനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ ഇയാളുടെ ആ ഒരു അവസ്ഥയെപ്പറ്റി ഞാൻ കുറച്ച് ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചില വലിയ വലിയ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഒതുക്കി വയ്ക്കുക, പിന്നെ അത് പുറത്ത് പറയാൻ പറ്റില്ല. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ മറന്നു പോവുക. അപ്പോൾ എപ്പോഴും ഇയാളൊരു വാണ്ടറിങ് മൈൻഡായിരിക്കും. അപ്പോൾ അതിനാണ് ഈ ഇങ്ങനൊരു എപ്പോഴും ഒരു അത് ഷോർട്ടിൽ ചിലപ്പോൾ ചെയ്യാം. അത് ഷോർട്ടിൽ ഞാൻ ഈ കൈ ഇല്ലാത്തപ്പോഴും ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു വാണ്ടറിങ് മൈൻഡ് ഉണ്ടാവും എപ്പോഴും. അത് മറ്റേ ഹോസ്പിറ്റലിൽ വന്നിട്ട് സാറ് നേരത്തെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ അതൊക്കെ ഈ ആലോചന ഇപ്പം നമ്മൾ ആലോചിക്കും. ചില കാര്യം നമ്മൾ ആലോചിക്കും, തല ചൊറിയും നമ്മളിങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ വയ്ക്കുകയൊക്കെ ചെയ്യില്ല. അത് പ്രകടമായിട്ടുള്ള ഇതങ്ങനെ പ്രകടമായിട്ട് പാടില്ല, പ്രേക്ഷകന് മനസ്സിലാവാൻ പാടില്ല. പക്ഷേ ഇയാൾ പ്രേക്ഷകന് മനസ്സിലാകാൻ വേണ്ടിയിട്ടില്ല, ഞാൻ എൻ്റെ ഒരു സുഖത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് സിനിമയിൽ ഈ പറഞ്ഞത് അത് ചെയ്യുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഇങ്ങനൊരു കറങ്ങിയ ഒരു ഓർമ്മപ്പെടുത്തലുകൾ അല്ലെങ്കിൽ മറക്കാനുള്ള ശ്രമങ്ങൾ ഇതൊക്കെ പറ്റുന്ന ഒരു കീ ബട്ടണായിട്ടാണ് ഞാനത് ഉപയോഗിച്ചത്. അത് ഞാൻ എൻ്റെ ഷോർട്ടിലില്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു. ഈ പൂക്കാലത്തിലും അങ്ങനെ ഒരു സാധനം ലൈക്ക് വിരലിൻ്റെ അത് പിന്നെ നെർവസ് അത് ആ പ്രായത്തെ നമുക്കൊന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടി പ്രകടമായിട്ട് സാധനം ചെയ്യണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അത് കുറച്ചുകൂടെ ചാലഞ്ചിങ് അല്ലേ, ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് ചെയ്തത് അതാണ് എനിക്ക് തോന്നി. പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടം പലരും പറയുന്നത് ഇത് ഭയങ്കര എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയുക, അതിന് ഞാൻ ടോട്ടലി അത് ഫിസിക്കലി
ഒക്കെ ഒരുപാട് മാറണം. ഇത് എനിക്ക് കുറച്ച് എളുപ്പമാണ്. അങ്ങനെയല്ല, ഞാനിത് മറ്റേത് വേറൊരു സമീപനമാണത് ആ കഥാപാത്രത്തോട്. അത് മേക്കപ്പിന് തന്നെ 3-4 മണിക്കൂറൊക്കെ ആയിരുന്നു. മേക്കപ്പ് അതെ, എങ്കിൽ പോലും നമ്മൾ മേക്കപ്പ് ഇട്ട് വെറുതെ നിന്ന് ഫാൻസി ഡ്രസ് ആകും. അത് ആ മേക്കപ്പിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ കൂടെ വേണം. സ്ക്രീനിൽ ഒരു 100 വയസ്സുകാരനെ പോലെ നമുക്ക് തോന്നണം. പിന്നെ അല്ലാതെ പണ്ട് നാടകങ്ങളിലൊക്കെ വയസ്സൻ കഥാപാത്രം ആരാ അത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബോറായി പോകില്ലേ. അപ്പം അങ്ങനെ തോന്നരുത്, വിജയരാഘവൻ എന്നുള്ള തോന്നലൊട്ടും ഉണ്ടാവരുത് എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു എനിക്കൊരു വെല്ലുവിളി ഇല്ലല്ലോ. ഇത് എൻ്റെ ഒരവസ്ഥ ഈ പ്രായത്തിൽ ഇപ്പം അപ്പുള്ള ഞാൻ പട്ടാളക്കാരനായാൽ എങ്ങനെയായിരിക്കും, ആ പട്ടാളക്കാരന് ജോലിയും പോയി, അവിടെ ഇതെല്ലാം പോയി. പക്ഷേ ഇതെല്ലാം അയാൾ ഒളിക്കുക, മറക്കാൻ ശ്രമിക്കും തോറും പലതും ഓർത്ത് വരിക. അതെ, പക്ഷെ മക്കൾക്ക് രണ്ടുപേർക്കും നല്ല പേടിയാണല്ലോ അപ്പുവിലെ. അയാളുടെ അത് ഇയാൾ മക്കളെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, അല്ല, പുള്ളിയുടെ നേച്ചറാണ്. പിന്നെ ആ നേച്ചർ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഇയാളെ പിടിക്കപ്പെടുമോ എന്നുള്ളതാണ്, ഭയമാണ്. അവസാന നിമിഷം ഈ മോൻ വന്ന് പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ പോലും ഇയാൾ മുഖം കൊടുക്കുന്നില്ലല്ലോ, അവൻ തിരിഞ്ഞൊന്നും അവനെ നോക്കുന്നില്ല. അപ്പോഴും അയാളുടെ ഒരു ഭാരം ഇറക്കി വെച്ചതിൻ്റെ റിലീഫാണ് അയാൾക്കുള്ളത്. ആ സമയത്ത് മാത്രം അയാളുടെ ഒരു റിലീഫ് ഉണ്ടാകുന്നത്. എപ്പോഴെങ്കിലും ആ മനുഷ്യന് ഒരു ചെറിയ റിലീഫ് അപ്പോഴാണ്. അതുവരെ ഇനിയും അടുത്ത നിമിഷം അയാളത് മാറും, അടുത്ത ദിവസം ഫ്ലിപ്പാവും, മറന്നു പോകും, വീണ്ടും പുതിയ ഒരാളായിട്ട് വീണ്ടും അയാൾ മറക്കും. ചിലപ്പോൾ ഈ ഓർമ്മകൾ പിന്നെ വീണ്ടും അയാളെ ഹോണ്ട് ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കും ചില കാര്യങ്ങളൊക്കെ. പണ്ട് വിനീത് ശ്രീനിവാസൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ ഹൃദയ സിനിമ ചെയ്യുന്ന സമയത്ത് പ്രണവ് മോഹൻലാലിൻ്റെ ഒരു ഒറ്റ സ്വിച്ച് ഇട്ട പോലെ അത് മാറിയത് ചേട്ടൻ്റെ ഒരു കെട്ടുപിടുത്തത്തിലിട്ടുണ്ട്. എന്തായിരുന്നു ആ മാജിക്? അല്ല, അതല്ല ഇപ്പം ഈ അപ്പൂനെ എന്നെ കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ തീരെ കുട്ടിയായിരിക്കുമ്പം കണ്ടിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. പിന്നെ പ്രോഗ്രാമിനൊക്കെ വരുമ്പം മോഹൻലാലിൻ്റെ കൂടെ വരുമ്പോൾ അങ്ങനെ കണ്ടേ ഉള്ളൂ. അല്ലാതെ പ്രായമായി കഴിഞ്ഞ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്നെ അപ്പോൾ ഒരു അങ്കിൾ എന്നൊക്കെ വിളിക്കുന്ന ആ ലെവലിലല്ലേ കാണുന്നത്. ഇവരൊക്കെ വിനീതുമൊക്കെ എന്നെ അങ്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ എനിക്കും എൻ്റെ കൂട്ടുകാരൻ്റെ മകനും എൻ്റെ മകനെ പോലെ ഒരു അടുപ്പമുണ്ട്. എൻ്റെ ഉള്ളിൽ അങ്ങനെയുണ്ട്, എൻ്റെ മോനെ പോലെയാണ് എനിക്ക്. അപ്പോൾ ഞാൻ അപ്പു എന്നോട് സ്വപ്പം ഇൻഡിഫറൻ്റ് ആയിട്ടാണ് നിന്നത് അവിടെ. എന്നുവെച്ചാൽ അപ്പൂനൊരു അപ്പു അങ്ങനെ വേറെ പയ്യന്മാരെക്കാളും കൂടുതലായിട്ട് കുറേ ബഹുമാനമൊക്കെ കൂടുതലുള്ള ഒരാളാണ് അങ്ങനെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പനോട് സിഗരറ്റുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പു ഒന്ന് പതറി ഞാനങ്ങനെ വലിക്കാറൊന്നുമില്ല, വല്ലപ്പോഴും വലിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിച്ചു. അപ്പോൾ വലിക്കുന്നില്ല, ഇപ്പം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തമ്മിലുള്ള അകലം അങ്ങ് കുറയും. പിന്നെ ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ നേരത്തെ അപ്പോൾ എൻ്റെ കണ്ണിൽ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതിന് കണ്ണിൽ നോക്കുമ്പോഴത്തേക്കും ഒരു കൊടുക്കൽ വാങ്ങലുണ്ടാവും. അപ്പോൾ ഞാൻ കണ്ണ് നോക്കി എൻ്റെ മോനോട് പറയുന്ന പോലെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവനും അവൻ്റെ അച്ഛൻ പറയുന്ന ഫീലുണ്ടാവും. ഇതിനകത്ത് എനിക്ക് ആസിഫ് എനിക്ക് ഈ പറഞ്ഞ പോലെ നല്ല ഞങ്ങൾ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, വളരെ അടുപ്പമുണ്ട്. അപ്പോൾ ആസിഫിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ മോനെപ്പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റും അവനോട്. അപ്പോൾ ആസിഫ് അങ്ങനെ എന്നോട്. അപ്പോൾ അതിനകത്തൊരു ഞങ്ങൾ തമ്മിലൊരു ഒരു അകലമില്ല ഒട്ടും. അല്ല ഞാനൊരു ആക്ടറിനോ അല്ലെങ്കിൽ സീനിയർ ആക്ടറിനോ ഒരു ജൂനിയർ അങ്ങനെയൊന്നുമില്ല എനിക്ക്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെയാണെങ്കിലും അപർണയാണെങ്കിലും അത് എന്നോട് പരിചയപ്പെട്ട നിമിഷം മുതൽ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. അവരിൽ ഒരാളായിട്ട് തന്നെ. പിന്നെ അല്ല അങ്ങനെയല്ലേ, ഇപ്പം നമ്മുടെ ഒരു കുടുംബം പോലെയല്ലേ ഈ ശരിക്കും പറഞ്ഞാൽ എല്ലാ അഭിനേതാക്കളും തമ്മിൽ എനിക്കങ്ങനെ ഒരു ബന്ധമുണ്ട്. ഈ അഭിനേതാക്കളോടും അവരുടെ കുടുംബത്തോടും നമുക്ക് എന്നും പോയി അവരുടെ കുശലാന്വേഷണങ്ങൾ അന്വേഷിക്കുകയൊന്നുമില്ല. പക്ഷെ അവരുടെ ദുഃഖങ്ങളിൽ നമുക്കും വിഷമമുണ്ടാകും. അവരുടെ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾ അതുമായിട്ട് ഇത് ചെയ്യും. ചിലപ്പോൾ അവരോട് പോയി പറഞ്ഞൊന്നും വരികയില്ല. അങ്ങനെ ഞാൻ ഈ നാടക കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇവിടെ ഈ നടീനടന്മാരൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ. അപ്പം ആണുങ്ങൾ ഇപ്പം താമസിക്കാൻ വേറെ സ്ഥലം, പെണ്ണുങ്ങൾ ഈ വീട്ടിൽ തന്നെ ഞങ്ങളുടെ ഇതിനകത്ത് തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്റർ അവരും ഒക്കെ ഒന്നിച്ചല്ലേ. അപ്പം നമുക്കങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങൾ നമുക്ക് നേരിട്ടറിയും. സഹകരിച്ചുള്ള അങ്ങനെ സഹകരിച്ചാണ് ഞാൻ കുട്ടിക്കാലം മുതൽ വളർന്നത്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സ്വന്തം പോലെ തോന്നുന്നു, എനിക്കൊരു അകൽച്ച തോന്നാറില്ല. അത് ഞാൻ മനസ്സുകൊണ്ട് അങ്ങനെയാണ്. ചേട്ടൻ നാടകത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട്, ഇപ്പം നാടകത്തിൽ സിനിമയിലേക്ക് എത്തിയ ഒരുപാട് നടന്മാരുണ്ട്. ഇപ്പോൾ ചേട്ടനും ആദ്യം നാടകമായിരുന്നു ഇഷ്ടം, സിനിമയിലേക്ക് വരാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നാടകത്തിന് സിനിമയിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെ എന്തായിരുന്നു അതിൻ്റെ അകത്തൊരു വ്യത്യാസം ചേട്ടന് തോന്നിയത്? അല്ലെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയായിരുന്നു? ദോഷവും ഗുണവും ഇല്ല, രണ്ടും ഗംഭീര. പക്ഷേ എൻ്റെ 100% ഇന്നിപ്പം ഞാൻ
സിനിമയിൽ എന്തെങ്കിലും ആണെങ്കിൽ അത് നാടകമാണ്, നാടകത്തിൻ്റെ എക്സ്പീരിയൻസാണ്. ഞാൻ നാടകത്തിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മളൊരു ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ആ ക്യാരക്ടറെ ശരിക്കും പഠിക്കും. അങ്ങനെ ഒരു 10-20-30 ദിവസത്തെ റിഹേഴ്സൽ ഉണ്ടാവും. ഈ റിഹേഴ്സൽ സമയത്ത് ബാക്കി കഥാപാത്രങ്ങളുണ്ടല്ലോ, അവർ ഈ സാധാരണക്കാരനായ ആൾക്കാർ എങ്ങനെയാണ് കഥാപാത്രമായിട്ട് മാറുന്നത്, അവരെ എങ്ങനെയാണ് അച്ഛൻ ട്രെയിൻ ചെയ്ത് അങ്ങനെ ആക്കുന്നത്, അവരിലെങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത്, എന്നിലെങ്ങനെയാണ് മാറ്റം ഉണ്ടായത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെ പഠിക്കുകയല്ലേ. ഒരു യൂണിവേഴ്സിറ്റി അല്ലേ അത്. ഞാനൊരു കുട്ടിക്കാലം മുതൽ കാണുന്നു. പിന്നെ ഞാൻ പ്രൊഫഷണലായിട്ട് ഞാൻ കോളേജ് കഴിഞ്ഞപ്പോൾ മുതൽ ഒരു 13 വർഷത്തോളം സ്റ്റേജ് തന്നെയായിരുന്നു. അത് എല്ലാ ദിവസവും നാടകമുണ്ട്. എല്ലാ ദിവസവും ഞാൻ 365 ദിവസം നാടകം ഉണ്ടാവും. ഒരു ദിവസമൊക്കെ ഫ്രീ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു ചെറുപ്പകാലത്താണ്. ആ ചെറുപ്പത്തിൽ നമുക്ക് വേറെ ഉഴപ്പേണ്ട സമയമൊന്നുമല്ല, അന്ന് എല്ലാം നാടകമല്ലേ. അപ്പം നമുക്ക് ഒരുപാട് ആ എക്സ്പീരിയൻസ് ആണ് ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ 100% നാടകമാണ്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ നടന്മാരും നാടകത്തിൽ അഭിനയിക്കണം എന്നുള്ളതാണ്. നാടകത്തിനൊരു ടെക്നിക്ക് ഉണ്ടല്ലോ, ആ ടെക്നിക്കല്ല, നമ്മൾ പച്ചയായിട്ടല്ലേ, നമ്മൾ നേരെ പ്രേക്ഷകന് ഇരിക്കുകയല്ലേ. അവിടെ കള്ളത്തരങ്ങളൊന്നും പറ്റില്ല. ഇവിടുത്തെ കാണിച്ച പോലെ നമുക്ക് 10 പ്രാവശ്യം എടുത്തിട്ട് ഇഷ്ടമുള്ളത് മുറിച്ച് ചേർക്കാൻ പറ്റില്ല. അഥവാ ഒരു നടന് ബുദ്ധിമുട്ടാണ്, അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാളിൽ ആ ഡയലോഗ് പറഞ്ഞ സമയത്ത് മറ്റേ ആൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പ്രഷൻ ഇട്ടാൽ മതി. ഇയാൾ പറയുന്ന സാധനം അത് വോയിസ് ഓവർ, ഇപ്പം ഞാനീ പറയുന്ന വോയിസ് ഓവർ നിങ്ങളുടെ മുഖത്ത് ഓഹോ എന്നുള്ള നിങ്ങളുടെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് മാത്രം മതി. ചില നടന്മാർക്ക് ചില സംഗതികൾ പറ്റാതെ വന്നാൽ അപ്പം അങ്ങനെ എന്തും സംഭവിപ്പിക്കാമെന്ന ഒരു സ്ഥലമാണ് സിനിമ. നാടകത്തിൽ പറ്റില്ല. നാടകത്തിൽ ഇപ്പോൾ ഒരാൾ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ മറ്റേ ആൾ ആ ഡയലോഗ് തീരുന്നവരെ മറ്റേ ആൾ വെറുതെ കൈയും കെട്ടുന്നവർക്ക് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെ എങ്ങനെ പെരുമാറും? ആ സിറ്റുവേഷൻ എങ്ങനെ പെരുമാറും? സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 24 അടി വീതി നീളമുള്ള സ്ഥലത്ത് എന്ത് ചെയ്യും ബാക്കിയുള്ളവരൊക്കെ? ഒരാൾ സംസാരിച്ചുകൊണ്ട് ചുമ്മാ കൈയും കെട്ടിത്തൂക്കി നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെ അവരുടെ എക്സ്പീരിയൻസ്, എങ്ങനെ വേണം ബിഹേവ് ചെയ്യാൻ ഒരു കഥാപാത്രം. പിന്നെ നമ്മൾ ഈ 3-4 റോയിലിരിക്കുന്നവർക്കേ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണാൻ പറ്റുള്ളൂ. പുറകോട്ടിരിക്കുന്നവരെല്ലാം സൗണ്ട് കൊണ്ട്. അപ്പോൾ ഒരു 90% നാടകം നമ്മുടെ ശബ്ദ നിയന്ത്രണം കൊണ്ടാണ് അവിടെ എത്തിക്കുന്നത്. അപ്പോൾ സൗണ്ട് മോഡുലേഷനെ പറ്റി നമുക്ക് വളരെയധികം ബോധമുണ്ടാവണം, അതിന് അറിവുണ്ടാകണം, അത് ഇഷ്ടം പോലെ പ്രയോഗിക്കാൻ പറ്റണം. ചുമ്മാ ഇവിടുന്ന് തൊണ്ടയെന്ന് പറഞ്ഞാൽ പോലെ നമുക്ക് ഉള്ള വികാരങ്ങൾ നമ്മൾ ഉള്ളിൽ നിന്ന് ശബ്ദം മനസ്സിലാവണം. അല്ല മൈക്കിൻ്റെ കൺട്രോൾ വേണം, നമ്മുടെ ശ്വാസഗതി പോലും നമ്മളാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇത് പുറം രാജ്യങ്ങളിലൊക്കെ ഈ സൗണ്ട് മോഡുലേഷൻ പഠിക്കാൻ 2-3 വർഷം വേണം, തിയേറ്റർ ആർട്ടിസ്റ്റ്. പിന്നെ അപ്പം എനിക്കൊക്കെ അത് നാടകത്തിൽ കൂടെ എങ്ങനെ പരിശീലിച്ച് ഞാൻ വന്നതാണ്. അതുകൊണ്ട് എനിക്കിപ്പം ആ പൂക്കാലത്തിനകത്ത് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ശബ്ദമാണ് എനിക്ക്. അപ്പം ഞാൻ ആ ശബ്ദം മാറ്റാം. ഒരു പ്രായമുള്ള അത്രയും പ്രായത്തിൽ ആ ശബ്ദം കഴിയും, അങ്ങനെയാണ് ആ ശബ്ദം ഇങ്ങനെ. അപ്പോൾ അത് ഞാനത് ഉണ്ടാക്കി അതിന് മോഡുലേഷൻസ് വേണം. അത് വലിയ ശബ്ദത്തിൽ പറയും, എന്താണ് അതും കിട്ടണം, അപ്പം അതൊക്കെ സംസാരിക്കാനും പറ്റണം. അപ്പം ഇങ്ങനെ ഇത് രണ്ടും കിട്ടണ്ടേ? അപ്പോൾ അതൊക്കെ അത്ര നിയന്ത്രണം ഉണ്ട്. ഇതൊക്കെ നാടക എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എക്സ്പീരിയൻസ് മാത്രമല്ല, അതിനോടുള്ള നിരന്തരമായ എൻ്റെ ഒരു ശ്രദ്ധയുണ്ട്, ഒരു അർപ്പണബോധം. ഒരു സത്യം. ഞാൻ എന്നുവെച്ചാൽ ഞാൻ രാവിലെ അതിന് വേണ്ടി ഇരിക്കുക. ഞാൻ ഒന്നിനും അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ കഥാപാത്രം കേട്ടോണ്ടോ ഇത് തന്നെ ആവണമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഇരിക്കാറില്ല. പക്ഷെ അത് നമ്മൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അതുമായിട്ട് അത്രമാത്രം അഡാപ്റ്റ് ആയത്. ഇപ്പോൾ 90കളിൽ വന്നതാണ് ദേശാടനം. അതിലെ ശങ്കരൻ എന്നുള്ള ക്യാരക്ടർ, അത് റിയലിസ്റ്റിക് സിനിമ. ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഇപ്പോൾ റിയലിസ്റ്റിക് സിനിമയിൽ ശരിക്കും അതൊരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പടമായിരുന്നു ദേശാടനം എന്നുള്ള സിനിമ. അതിലെ ശങ്കരൻ എന്നുള്ള ക്യാരക്ടർ, അതിനെ എങ്ങനെയാണ് ചേട്ടൻ നോക്കിയാണ്? സിനിമ എപ്പോഴും റിയലിസ്റ്റിക് ആണെന്ന് അത് നമ്മൾ ഏതൊരു കലാരൂപവും നമ്മൾ റിയലിസ്റ്റിക് എന്ന് പറയല്ലേ, ഒരിക്കലും റിയലിസം അല്ല 100%. അതിനൊരു പ്ലസ് ഉണ്ടാവും. കല എന്ന് പറയുന്ന സാധനത്തിന്, അതിപ്പം പെയിൻറ്റിങ് ആണെങ്കിൽ ശരി, സ്കൾപ്ചർ ഉണ്ടാക്കിയാലും ശരി, നമ്മൾ യഥാതഥമായിട്ട് അതേ പപ്പുപിള്ള കണ്ട എല്ലാവരും അങ്ങനെ മനുഷ്യനുണ്ടോ അതേപോലെ അല്ല. അത് ചെറിയൊരു പ്ലസ് ഉണ്ട്, ആൾ അറിയുന്നില്ല. ആ പ്ലസ് ഇല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കില്ല. ഇപ്പോൾ സാധാരണ ഇയാളെ നമ്മൾ ജീവിതത്തിൽ കണ്ടാൽ നമുക്ക് അത്ര വലിയ പ്രത്യേകത തോന്നില്ല. നമുക്ക് ആ പ്രത്യേകത തോന്നത്തക്ക രീതിയിൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ പപ്പുപിള്ളയുടെ ഈ ഇരിപ്പും ഈ തിരുമ്മലും ചിലപ്പോൾ അയാൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നെന്ന് വരും. പക്ഷെ ആ ഷോട്ടിൽ നമുക്കത് വേണം. ചെറിയ ഒരു
അതായത് റിയലിസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള സംഭവത്തിൽ നിന്ന് ഒരു ചെറിയ പ്ലസ് ഉണ്ട് സിനിമയിലെ അഭിനയത്തിന്. നാടകത്തിലെ അഭിനയത്തിന് ഒരു പ്ലസ്സും കൂടെ വേണം, അത്രയും ഒരു റീച്ച് വേണ്ടേ, ആ ഒരു ത്രോ വേണം, എങ്കിലും നാടകം അങ്ങനെ ഒരുപാട് ഒരു ഞാൻ നിസ്സാരം പറഞ്ഞതല്ല, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നാടകവും സിനിമയുടെ അഭിനയത്തിന് സമീപനത്തിന് വ്യത്യാസമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ശങ്കരൻ എന്ന് പറയുന്ന ക്യാരക്ടറും ഒരു ഈ നിങ്ങൾ അന്ന് വളരെ റിയലിസ്റ്റിക്കായിട്ട് തോന്നി എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും എല്ലാം കലയെല്ലാം കുക്ഡാണ്, അതിൻ്റെ ഒരു ക്രാഫ്റ്റുണ്ട്. ആ ക്രാഫ്റ്റ് ഇല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പം ദേശാടനാണെങ്കിലും ശരി, കിഷ്കിന്ധാകാന്ഡമാണെങ്കിലും ശരി, അതിലൊക്കെ ആ ഒരു വിദഗ്ധനായ ഒരു കലാകാരൻ്റെ കൈകളുണ്ട്, കരവിരുതുണ്ട്. പിന്നെ അതുകൊണ്ടാണല്ലോ അത്ര ഭംഗി. ഒരു വെറും പേപ്പർ കഷ്ണം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പേപ്പറാവും. അതൊരു ചെറിയ ഈർക്കിലി എടുത്തിട്ട് അത് വെട്ടി ഒരു ഇതിട്ട് അടുത്തത് വെച്ച് മേലെ പൂമ്പൊടിയൊക്കെ വെച്ച് ചുരുട്ടിക്കൂട്ടിയൊക്കെ റോസാപ്പൂവാകും. അത് കലാകാരൻ്റെ കൈവിരുത് എന്ന് പറഞ്ഞാൽ ഈ അനുഭവങ്ങളും സംഭവങ്ങളും ഇതൊക്കെ ഭംഗിയായിട്ട് അടുക്കി പ്രേക്ഷക മനസ്സിൽ എത്തിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഈ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും അത് ചിത്രീകരിക്കുന്നതാണ് സിനിമയും. മറ്റേ നാടകത്തിൽ കൂടെ നടനിലൂടെ ആണ് നാടകത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ജോഷി ആയിട്ടുള്ള സൗഹൃദം, ജോഷി സാറായിട്ടുള്ള സൗഹൃദമാണ് ശരിക്കും ന്യൂഡൽഹിയിൽ നിന്നുള്ള സിനിമയിലേക്ക് എത്താനും അവിടെ നിന്നാണ് വിജയരാഘവനുള്ള നടനെ ശരിക്കും സിനിമ പ്രേക്ഷകർ. ഞാൻ ഫുൾ ടൈം അതായത് സിനിമയിലേക്ക് സീരിയസ് ആയിട്ട് വന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ ഞാൻ സുർമേട്ട് കണ്ട് അഭിനയിച്ചു. ആ പടം മോശമായി, അതുകൊണ്ട് ആരും അല്ല കാവാലിയെ പിന്നെ കൂട്ടണ്ട, അത് അങ്ങനെ സംഭവിച്ചു പോയി. 10 വർഷം മുമ്പ് അത് ശരിക്കും ഞാൻ സിനിമയിൽ അഭിനയിച്ച സുർമേട്ട് കണ്ടാണ്. ആ പടം മോശമായി, അതോടുകൂടി ആരും അങ്ങനെ വിളിക്കുകയല്ല. പിന്നെ എന്നെ വിളിച്ചത് ചന്ദ്രകുമാറിൻ്റെ പടങ്ങളിലാണ്. ചന്ദ്രകുമാറിൻ്റെ പടങ്ങളിൽ ഞാൻ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ആന എന്ന പടത്തിന് ചെറിയ വേഷമാണെങ്കിലും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാണ്. പിന്നെ ഉയരുന്ന നാടാകെ, അതിനകത്ത് വളരെ ശ്രദ്ധേയമായൊരു വേഷം ഞാൻ ചെയ്തു. ഞാനും ഒരു പ്രണയവും ഒരു കാട്ടുജാതിയിൽപ്പെട്ട പണിയ വിഭാഗത്തിൽപ്പെട്ട ഞാൻ മോഹൻലാലും ഒക്കെ ആ വിഭാഗത്തിൽപ്പെട്ട കുറിച്യരുടെ കഥയാണ്. അപ്പോൾ ഞാൻ പണിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിട്ട് അത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന റോളായിരുന്നു. ആ പടം നന്നായിട്ട് ഓടിയാണ്. മോഹൻലാലിൻ്റെ വളർച്ചയിൽ ഒരു ചവിട്ടുപടിയായിരുന്നു ഉയരുന്ന നാടാകെ. പിന്നെ ഈ ശബ്ദം, ഇന്നത്തെ ശബ്ദം മമ്മൂട്ടിയുടെ ഒരു വലിയ ഹിറ്റായ പടമാണ്. അത് എല്ലാ ഭാഷയിലും അതെടുത്തു. അതിനകത്ത് 7 വില്ലന്മാരുണ്ട്. അതിന് പ്രധാനപ്പെട്ട വില്ലൻ ഞാനാണ്. അതായത് അവസാനം കൊല്ലുന്ന എന്നെയാണ്. അപ്പോൾ അതും വളരെ ശ്രദ്ധിക്കപ്പെട്ടാണ്. അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂഡൽഹി. പക്ഷേ ന്യൂഡൽഹി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ തിരക്കായി തുടങ്ങി. അത് ആ ഒരു സൗഹൃദം നിങ്ങൾ തമ്മിലുള്ള കോളേജ് വെച്ച് തുടങ്ങിയത്. അത് നേരത്തെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പിന്നെ കോളേജ് വെച്ചാണ്. പിന്നെ ജോഷി ആദ്യമായിട്ട് കാവാലിക സിനിമയിലാണ് പുള്ളി വരുന്നത്. നാടകം തന്നെ സിനിമയാക്കിയതാണ്. സാറിന്റെ തന്നെ നാടകം സിനിമയാക്കി. പിന്നെ അവിടുന്ന് ഇതുവരെ ഇപ്പം ആന്റണി വരെയുള്ള ഒരു സൗഹൃദം. ഒരുപാട് 14 സിനിമ അഭിനയിച്ചു ജോഷി. അത് തന്നെ ഇപ്പൊ പൊറിഞ്ചു പറയും ജോസ് ആണെങ്കിലും ആന്റണി ആണെങ്കിലും അതിനകത്തൊക്കെ ക്യാരക്ടർ അത് രണ്ട് രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ. ഒന്ന് ഒരാൾക്ക് കണ്ണ് കാണാൻ പറ്റില്ല ആന്റണിയില്, മറ്റേതാണെങ്കിൽ കുറച്ചുകൂടെ ഒരു കാർക്കശക്കാരനായ ക്യാരക്ടറാണ് വരിക. അതുപോലെ നമ്മുടെ ചേറാടിക്കറിയ അത് പണ്ടേ അത് ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, ആ ചേറാടിക്കറിയയുടെ ഒരു ക്യാരക്ടർ അത് ഈ കോട്ടയം ഭാഗത്ത് നിന്ന് തന്നെ ഉള്ളൊരു ക്യാരക്ടറിനെ ഏതെങ്കിലും ഉൾക്കൊണ്ടതാണോ? എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അച്ചായൻ ഒരു അച്ഛൻ ക്യാരക്ടറാണല്ലോ. ഞാനത് അന്നെൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി അതൊക്കെ മനുഷ്യൻ ഈ അന്നത്തെ വരെയുള്ള പ്രേക്ഷകൻ്റെ സംഭവം ഏതൊക്കെ പ്രായത്തിലുള്ള ആൾക്കാരാണോ അവർ മിക്കവാറും ആ പ്രായത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ശങ്കരാടിച്ചേട്ടനുണ്ട്, അങ്ങനെ അത് പിന്നെ വേറെ ചെറുപ്പക്കാരായ ആൾക്കാരാണ്, അവർ ചെറുപ്പക്കാരുടെ വേഷം ചെയ്യുന്നു. ഒരു ചെറുപ്പക്കാരന് ഇങ്ങനൊരു വേഷം സിനിമയിലില്ല. അതെനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ആദ്യം ചെയ്തതെന്ന് തോന്നുന്നു. ആരും പറഞ്ഞിട്ടില്ല, അത് പരിശോധിച്ചാൽ അറിയാം. അന്ന് വരെയുള്ള ഇമേജിന് കടത്തി വെട്ടിയിട്ട് ഇങ്ങനൊരു സാധനം വിശ്വസിപ്പിക്കാൻ പാടാണ്. നമ്മളെല്ലാം സിനിമയിൽ കണ്ട് ശങ്കരാടി, പണ്ടൊക്കെ സിനിമ കണ്ട് കഥ പറഞ്ഞു പോകുമ്പോൾ എങ്ങനെയാണ്, ശങ്കരാടിയും ശാരദയും ആങ്ങളെയും പെങ്ങളുമാണ്. ശാരദയുടെ കാമുകനാണ് പ്രേംനസീർ. ഇങ്ങനെയാണ് പറയുന്നത്, അല്ലാതെ കഥാപാത്രങ്ങളുടെ പേരില്ല. സത്യമാഷാണ് പിന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ വിജയരാഘവൻ എന്ന് അങ്ങനെ പറയുള്ളൂ. നടന്മാരുടെ പേര് വെച്ച് കഥ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് പറയുന്ന കാലത്താണ് ഞാൻ പെട്ടെന്ന് ചേറാടിക്കരയെ പോലെ അത്രയും പ്രായമുള്ള ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ അത് വിശ്വസിപ്പിക്കാൻ ശകലം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഞാൻ ശകലം ഓവർഡൂ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നു, അന്ന് ആൾക്കാർ എന്നല്ലെങ്കിൽ എത്തൂല. ഇപ്പം ഞാൻ ആ ക്യാരക്ടർ കാണുമ്പോൾ എനിക്കൊന്ന് ശകലൊരു ഓവർഡൂ ഉണ്ട്. ഇപ്പം ഞാൻ ആ ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അതേസമയത്ത് ആ ഓവർഡൂ ഇല്ലാതെ ഞാൻ ചെയ്ത അതേപോലത്തെ ഒരു കഥാപാത്രമാണ്
രൗദ്രത്തിലെ അപ്പിച്ചായി സെയിം ഏജും ഒരേ അവരുടെ അട്രോസിറ്റീസ് എല്ലാം ഒന്നാ ഏകദേശം. പിന്നെ ഇയാളുടെ ഡിസബിലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് വ്യത്യാസം. അതെനിക്ക് ഈ പറഞ്ഞ ചേറാടിക്കരയെക്കാളിലും കുറച്ചും കൂടെ എനിക്കിഷ്ടപ്പെട്ടത് അപ്പിച്ചായിയ. പക്ഷെ ചേറാടിക്കരയാണെന്ന് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോഴും ആൾക്കാർ പറഞ്ഞ അതെ ഞാൻ പറഞ്ഞത്. ഞാനതിൻ്റെ എന്നിൽ കൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ പറയുകയാണ്. അന്നത്തെ ചില പരിമിതികളും എന്നിലുള്ള ചില പ്രേക്ഷകൻ്റെ വിശ്വാസമുണ്ട്. അതൊക്കെ പൊളിക്കണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഇതൊരു അഭ്യാസ പ്രകടനം തന്നെയാണ്. പ്രേക്ഷകൻ്റെ മനസ്സിലോട്ട് നമ്മൾ എത്തണ്ടേ. ഇതിപ്പോൾ ഡയറക്ടർ ചേട്ടനോട് പറഞ്ഞാൽ അത് ചേട്ടൻ തന്നെ ഒരു സാധനം ഉണ്ടാക്കും. ഇപ്പം ഇന്ന ക്യാരക്ടർ ഇപ്പം അപ്പച്ചായി എന്നുള്ള ക്യാരക്ടറിന് ഡിസബിലിറ്റി വേണം എന്ന് അത് ഞാൻ രഞ്ജിയുടെ അതായത് മറ്റേത് എനിക്ക് നടപ്പിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുന്നത്. അതിനിപ്പോൾ രഞ്ജി അങ്ങനെയാണ്. നാന കുത്തിയിട്ട് എൻ്റെ കൈ പോയി. ഞാൻ അതൊരു അപ്പോൾ എൻ്റെ നടപ്പിലും ഒക്കെ ഒരു വ്യത്യാസം വരും. ഈ ചെട്ടിയാർ ബോഡി ലാംഗ്വേജ് മാറും. ചെട്ടിയാർന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതിന് ഒരു സൈഡ് പാരലൈസ് ചെയ്ത് പോയാൽ അതൊക്കെ ഈ പറഞ്ഞ നമുക്കൊരു ബോഡി ലാംഗ്വേജ് മാറ്റമുണ്ട്. ഇപ്പം ഞാൻ അപ്പൂപ്പൻ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഈ ബാക്ക് ബോൺ ഒരു വളവുണ്ട്. ഒരു കൂന് പ്രായമാകുമ്പോൾ ഇവിടത്തിൻ്റെ പിടുത്തം ഇങ്ങനെ വരും ഈ പെടലേക്ക്. അത് ഞാൻ അതിനകത്ത് അങ്ങനെ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് വ്യത്യാസം വരും. അപ്പം ഇതിനകത്തുള്ള സത്യം പറഞ്ഞാൽ എൻ്റെ മൊത്തത്തിലുള്ള ഒരു കൺട്രോൾ ഇതാ പിള്ളാച്ചനായിട്ട് പിള്ളാച്ചൻ്റെ നടപ്പിലൊക്കെ എൻ്റെ ഈ നമ്മുടെ ചന്തിഭാഗം ഉണ്ടല്ലോ അവിടെ കൊണ്ട് ഞാനൊരു ലോക്കാക്കും. ആ നടപ്പ് കിട്ടും. അതൊക്കെ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ഒരു സാധനം ഒരു നമ്മുടെ ബോഡിയിൽ ഞാനൊരു ലോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം അങ്ങനെയാണ് നടപ്പൊക്കെ മാറും. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പൊക്കോളും. അത് ആ ലോക്ക് ഇട്ടാൽ മതി. അധികം ആരും പറഞ്ഞില്ല. എനിക്ക് ജോർജ് കുട്ടി എന്ന സിനിമയുണ്ട് ജയറാമിന്റെ. അതിലെ ചേട്ടൻ്റെ ക്യാരക്ടർ അത് കുറച്ചേ ഉള്ളെങ്കിൽ നല്ലൊരു ക്യാരക്ടറാണ്. തിലകന്റെ ജയിലിലൊക്കെ ഒന്ന് വരുന്നൊരു അതൊക്കെ പിന്നെ ഒരു സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യം. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കുന്നു അന്നേരം കൂടുതൽ ശ്രദ്ധിക്കാൻ മീൻസ് അതൊക്കെ ഈ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പം ഡാനി എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ മകനായിട്ട് അപ്പൊ അത് ഇങ്ങനെയാണ് ഒരു കൗതുകം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ വലിയ ഒരു കഥാപാത്രമായിട്ട് തോന്നുന്നില്ല. ഈ ചില ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മളിപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ കൊട്ടേട്ടാ അതൊന്ന് ഡയലോഗ് ഒന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാലും പറയാൻ പറ്റും. അത് നമ്മുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. പക്ഷെ മറ്റ് ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു അതിനെപ്പറ്റിയൊരു അവബോധം വേണം. ചേട്ടൻ ഒരു നടനായി ഈ അച്ഛൻ്റെ മൊന്തേറ് കിട്ടിയിട്ടൊരു അങ്ങനെ കഥ ഞാൻ കേട്ടിട്ടുണ്ട് നാടകത്തിലായിരുന്നു. അത് അച്ഛൻ ചിലപ്പോൾ ഈ നമ്മളോട് പറഞ്ഞ് ഈ കഥാപാത്രത്തെ പറ്റി വിശദീകരിക്കും. വിശദീകരിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സംഭവം ഉണ്ടാകും. പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞാൽ പുറത്തോട്ട് വരികയില്ല. അങ്ങനെ ഒരു അവസ്ഥ വരും. ഒരു ബ്ലോക്ക് ഉണ്ടാകും. ഇപ്പം ഞാൻ ഇത്രയും വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിനും പറ്റാതെ അങ്ങനെ ഒരു പറഞ്ഞതെന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിട്ട് നമുക്ക് പുറത്തോട്ട് വരാതെ ഒരു പ്രതിസന്ധി നിൽക്കും. എന്നാൽ ഉള്ളിൽ ബോധമുണ്ട്. അങ്ങനെ നിമിഷം നമ്മളെ പെട്ടെന്ന് ചിലപ്പോൾ ചീത്ത പറയും, ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവുക. അങ്ങനെ നമ്മളൊക്കെ ഒരു പെട്ടെന്ന് ഷോക്ക് തരും. ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് അത്. അതിനുവേണ്ടി പുള്ളി ചിലപ്പോൾ അങ്ങനെ ദേഷ്യപ്പെടുകയും ചില മുന്ത വലിച്ചെറിയുകയൊക്കെ ചെയ്യും. അത് അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അച്ഛൻ്റെ ഒരു ട്രെയിനിങ് അതാണ് ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിൽ നടൻ എന്നുള്ള രീതി. അതുപോലെ തന്നെ ചിറ്റ അച്ഛൻ്റെ സിസ്റ്റർ ഒരു ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നടി അവരാണ്. ഞാനീ പറഞ്ഞ ഡിഫറെൻ്റായിട്ട് എൻ്റെ ബോഡി ലാംഗ്വേജൊക്കെ ഉണ്ടാക്കുന്നതിൽ പ്രധാനം ഞാൻ ചിറ്റയാണ്. ചിറ്റ അങ്ങനെയാണ്. ഓരോ ക്യാരക്ടറും നടക്കുന്ന വ്യത്യാസമായിരിക്കും. നടപ്പും എടുപ്പും അവരുടെ അംഗവിക്ഷേപങ്ങളും ഈവൻ കണ്ണിൻ്റെ ഇമവെട്ടൽ പോലും വ്യത്യാസം ഉണ്ടാകും. ഓരോ ക്യാരക്ടർ ഉണ്ടാകും. അതൊക്കെ എനിക്ക് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ഞാൻ അച്ഛൻ എന്നെ അങ്ങനെ സ്വാധീനിച്ചിട്ടില്ല ആ വക കാര്യങ്ങൾ. അച്ഛനെൻ്റെ ഒരു എൻ്റെ എല്ലാമായ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന ഒരാൾ. പക്ഷെ ഞാൻ ആസ് എൻ ആക്ടർ എനിക്ക് ഏറ്റവും വലിയ റോൾ മോഡൽ ചിറ്റയാണ്. മൂകാംബികയിൽ ഭയങ്കര ഞാൻ പറഞ്ഞാൽ എനിക്കിങ്ങനെ ഈ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അച്ഛനിവിടെ നാമം ജപിക്കലും വിളക്കത്തിക്കലൊന്നും ഇല്ല വീട്ടിൽ. അച്ഛനും വിശ്വാസമില്ലായിരുന്നു ഒട്ടും. അച്ഛനും ലാസ്റ്റ് മൂമെൻ്റ് വരെ വിശ്വാസമില്ലായിരുന്നു. അപ്പം അമ്മ മരിച്ചു കഴിഞ്ഞപ്പം അമ്മ 91 മരിക്കുന്നത്. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നഷ്ടബോധത്തിൽ എൻ്റെ ഒരു ഞാനങ്ങ് ക്ഷീണിച്ചു. മനസ്സുകൊണ്ടും ഒക്കെ തളരുന്ന ഒരു അവസ്ഥ വന്നിരിക്കും. അപ്പം അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി. ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അച്ഛൻ്റെയൊക്കെ സുഹൃത്താണ് പുള്ളി, എന്നെക്കാളൊക്കെ വളരെ മൂത്തയാളാണ്. പുള്ളി ഇടയ്ക്ക് മൂകാംബി പോകും. അപ്പം ഒരു പ്രാവശ്യം നീ വാ നമുക്ക് പോയിട്ട് നാടകമില്ലാത്തൊരു സമയമാണ്. അപ്പം ഞാനും എൻ്റെ മൂത്തമോൻ 2 വയസ്സ് 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവനെ കൂട്ടി വെറുതെ ഒരു യാത്ര, അത്രേ ഉള്ളൂ.
ട്രെയിൻ യാത്ര. അപ്പോൾ അങ്ങനെ പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു എന്താണെന്നറിയില്ല, ഒരു സമാധാനം തോന്നി. അത് അവിടെ പ്രാർത്ഥിക്കാൻ എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ തൊഴാനൊന്നും അറിയില്ല എനിക്ക്, എന്താ പറയുക അങ്ങനെയൊന്നും അറിയില്ല. ഇപ്പോഴും ഞാൻ അവിടെ പോയിട്ട് എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല. പക്ഷേ അവിടെ ആ പരിസരത്ത് പോയി കഴിഞ്ഞാൽ ഒരു സുഖമുണ്ട്, ഒരു ഭയങ്കര സമാധാനം തോന്നും എനിക്ക്. എനിക്കൊന്ന് അമ്മയുടെ ഒരു ഇതായിരിക്കും. എനിക്ക് അമ്മ എന്നുള്ള സങ്കല്പമുണ്ട് എൻ്റെ മനസ്സിൽ. മൂകാംബിക അങ്ങനെ അമ്മ എന്നുള്ള സങ്കല്പമാവാം. അതിനെപ്പറ്റി എനിക്കതിനെപ്പറ്റി മനസ്സിലാവാത്ത കാര്യമാണ്. പിന്നെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ദൈവത്തിനെ പറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി ഇപ്പം ഞാൻ കൺഫ്യൂസ്ഡാണ്. അതാ പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോഴും ഞാൻ കൺഫ്യൂസ്ഡാണ്. അവിടെ ഒരു സമാധാനം കിട്ടുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു പ്രത്യേക അവസ്ഥയിൽ ഞാൻ അവിടെ പോയപ്പോൾ ആണ് സംഭവിക്കുന്നത്. ആ അവസ്ഥയാണ് എൻ്റെ മനസ്സിൻ്റെ ഒരു പ്രശ്നമാണത്. അച്ഛൻ പറഞ്ഞത് ഭീരുക്കൾ ചാരുന്ന മതിലാണ് ദൈവം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഭീരുവല്ല, എനിക്ക് ദൈവവും വേണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. അത് അച്ഛൻ ഭീരുവല്ല, ഞാനൊരു പരിധി വരെ ഭീരുവാണ്. അതുകൊണ്ടായിരിക്കാം, മനസ്സിലായില്ലേ? നമുക്ക് ചിലപ്പം ചാരാനൊരു മതിലിൽ വേണ്ടേ. അതെല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇറക്കി വയ്ക്കാൻ, ഭാരം ഇറക്കി വയ്ക്കാൻ ഒരു തട്ടകം, അല്ലെങ്കിൽ ചാരി നിൽക്കാനൊരു മതിൽ, അത് തന്നെയാണ് ദൈവം എന്നുള്ള വിശ്വാസമാണ് എനിക്ക്. ഞാൻ ശരിക്കും ചേട്ടനെ ഒരിക്കൽ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ചോദ്യം, നടേശ കൊല്ലണ്ട എന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ രാവണപ്രഭുവിൽ. അത് ശരിക്കും ചേട്ടൻ ഒരു സർക്കാസ്റ്റിക് രീതിയിൽ അന്ന് ശരിക്കും അത് ഡബിങ് സമയത്ത് പറഞ്ഞതാണോ, അതോ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ? അല്ല, വളരെ സീരിയസ് ആയിട്ട് പറയണമെന്ന് പറഞ്ഞ് എഴുതിയ സാധനം അത്. പക്ഷേ എനിക്കത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ വെറും ഒരു തല്ലുകൊള്ളിയായി പോകും. മറ്റേതാകുമ്പോൾ ഒരു ഹ്യൂമർ ഉണ്ട് അതിനകത്ത്. അതൊരു വോക്കൽ ട്രിക്കറിയാണ്. നടേശ കൊല്ലണ്ട, ആ ഒരു നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അതാണ് ഈ പറയുന്നത്, വോക്കൽ ട്രിക്കറിയാണ്, ശബ്ദം കൊണ്ടുണ്ടാക്കുന്ന ഇച്ചിരി. അത് ഈ ഹ്യൂമറിലും അങ്ങനെയാണല്ലോ, തമാശകൾ ഉണ്ടാകുന്ന പോലെ. എപ്പോഴും ജഗതിയൊക്കെ പറയുന്ന കമ്പ ഇന്നസെൻ്റ് ഏട്ടനൊക്കെ, പപ്പുവേട്ടൻ ഒക്കെ അവർ ഉപയോഗിക്കുന്ന പോലെ ശബ്ദം കൊണ്ട് ചില കളികളാണ്. അതിനകത്ത് ഹ്യൂമർ ഉണ്ടാകും. അതൊക്കെ വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ അഭിനയം എന്ന് പറഞ്ഞത് വലിയ 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 എത്ര നാൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാലും മനസ്സിലാകാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാണ്. മെൻ്റൽ കണ്ടീഷനല്ല നമ്മുടെ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ. ഞാനെന്ന വ്യക്തി മറ്റൊരാളാണെന്ന് പ്രേക്ഷകനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയല്ലേ അത്. ആ പ്രക്രിയയിൽ ഞാനെന്ന മനുഷ്യൻ 100% ഉണ്ട്. അല്ല ഞാൻ ആ കഥാപാത്രം കൊണ്ട് ആയിത്തീരുമൊന്നുമല്ല. ഞാനെന്ന വ്യക്തി തന്നെ അവിടെ ഉള്ളത്. ഞാനെന്ന വ്യക്തിയാണ് നിയന്ത്രിക്കുന്നത്. ഞാനെന്ന വ്യക്തിയാണ്. ഇപ്പം നമ്മൾ ഓരോരുത്തരും അവരെ എങ്ങനെ അടിക്കണോ, അവൻ വിഷമിക്കണോ, ഇതൊക്കെ ഞാനത് ചെയ്യുമ്പം, ഞാനിങ്ങനെ തുളുമ്പി നിൽക്കുമ്പോൾ പ്രേക്ഷകൻ എങ്ങനെയാണെന്ന് എനിക്കറിയാം, വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. എന്നെ അവൻ പറയുന്നു കെട്ടിപ്പോൾ ആ ഡയലോഗ് ഡബ് ചെയ്യുമ്പോൾ എനിക്കറിയാം, എങ്ങനെ പറയുമ്പോൾ ആ ഓരോ ഡയലോഗ് കഴിയുമ്പോഴും എൻ്റെ അസുഖം എനിക്കറിയാം. ഇതെല്ലാം ആരാ ഇത് ചെയ്തതെന്ന് അങ്ങനെ ഡയലോഗ് ഉണ്ടല്ലോ, ആരുടെ കയ്യിൽ നിന്നാണ് സംഭവിച്ചത് എനിക്കറിയണമെന്നില്ല. പക്ഷേ എൻ്റെ അസുഖം അതും എനിക്കറിയാം, മാറില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ജീവിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇയാളുടെ ചെറിയ വിതുമ്പലുണ്ട്. അപ്പോൾ ഇയാൾ ഡിസ്ക്ലോസ് അത് പറയുകയാണ് ആ സംഭവങ്ങൾ. ഇതുവരെ അയാൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അയാൾക്ക് അതുവരെയുള്ള ആ ഒരു മെൻ്റൽ അതില്ല. അയാൾ വേറെ അവസ്ഥയിലേക്ക് മാറിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ അന്നേരം വരെ ഞാൻ അഭിനയിച്ച രീതിയിലല്ല ഞാൻ ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഒരിക്കലല്ല. നോക്കിയോ നിങ്ങളാ അതിപ്പോൾ ആ സമയത്ത് അയാൾ ഓപ്പണായി. ഇനി അടുത്ത നിമിഷം അയാൾ ചിലപ്പോൾ പഴയതിലേക്ക്. അത് പ്രേക്ഷകന് കണക്ട് ആവുന്നുണ്ട്, അവരും അത് കുറച്ചുകൂടെ ആ വിഷമം. പ്രേക്ഷകൻ അങ്ങനെ എത്തും എന്ന് പറഞ്ഞു. പക്ഷേ എന്നോടൊരു പ്രേക്ഷകൻ കണ്ടിട്ട് പറഞ്ഞു, അവിടെ വന്നപ്പോൾ കേട്ട് ശകലം വിട്ടുപോയോ എന്ന് സംശയം. വിടലല്ല, മനഃപൂർവ്വം നമ്മൾ സൃഷ്ടിക്കുന്നത്. അയാളുടെ ഒരു റിലീഫാണ്. അയാൾ ഇത്രയും നാൾ ഒളിപ്പിച്ച് വെച്ച റിലീഫ്, അത് പ്രേക്ഷകൻ്റെ മനസ്സിലുള്ളൊരു ഇതാണ്. അതിനെ കൊണ്ട് നമ്മൾ തുറന്നു. അല്ല ഞാനിവിടെ വെച്ചുകൊണ്ട് അപ്പോഴും അതേ പോസിൽ പറഞ്ഞാൽ ഈ ഇത് കിട്ടില്ല. അതാ ആ മനസ്സിലുള്ള വിഷമം പറഞ്ഞു തീർക്കുമ്പോഴാണ് മകൻ ഇത് റിപ്പൻറ്റ് ചെയ്യുന്നത്. അവൻ അതിനെപ്പറ്റി അച്ഛൻ ഇത്രയും വിഷമം പേറിക്കൊണ്ടാണല്ലോ നടക്കുന്നത്, എന്നോട് ഇത്ര ഇഷ്ടമുണ്ടല്ലോ എന്നൊക്കെ അവൻ അറിയുന്നൊരു മുഹൂർത്തമാണ്. അപ്പം ഞാനും അവൻ്റെ അതേ ലെവലിൽ ചെയ്താൽ. ഒരാളെന്നോട് വളരെ നന്നായിട്ട് സിനിമ കാണുന്നതാണ്, ആ പുള്ളി എന്ന് പറഞ്ഞു അവസാനത്തെ നിമിഷം എന്ന് പറഞ്ഞു. അപ്പം അതാണ്. അപ്പം ചിലപ്പോൾ പുള്ളിക്കാണ് തോന്നിക്കാണാം. അപ്പോൾ ഞാൻ പറയാം, അത് ഓരോരുത്തരുടെ ഇൻ്റർപ്രിട്ടേഷനാണ്. പക്ഷേ ഞാൻ ആൻ ആക്ടർ, ഞാൻ ആ ക്യാരക്ടർ ചെയ്തപ്പോൾ ഞാൻ അത് വളരെ ഇത് തന്നെ ചെയ്തതാണ്. നമ്മൾ ശ്വാസം വിടോ ഇഷ്യൂ ഇങ്ങനെ അവൻ്റെ നീന്തി നമ്മൾ കൈയും കാലും കുഴഞ്ഞ് ഒരു സ്ഥലത്ത് പിടിച്ചു കഴിയുമ്പോൾ രക്ഷപ്പെട്ടല്ലോ എന്നൊരു തോന്നലില്ല എന്ന് പറയുന്നൊരവസ്ഥ. അന്നേരം നമ്മുടെ ക്ഷീണങ്ങളോ നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളോ മെൻ്റലായിട്ടുള്ള ആഗണി അതെല്ലാം മറന്നിട്ട് വേറൊരു നിമിഷത്തിലേക്ക് എത്തുകയാണ്.
അറ്റ് ദ സെയിം ടൈം നെക്സ്റ്റ് മൊമെൻറ്റിൽ അത് തിരിച്ചു പോകും. അങ്ങനെയാണ് ഞാൻ എന്നെ കൺസീവ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ചേട്ടൻ ഇപ്പോൾ ജഗതി ചേട്ടൻ്റെ ഇന്നസെൻ്റ് എൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു റിസ്ക് ഫാക്ടർ ഉള്ളു. അവർ ചിലപ്പോൾ കൗണ്ടർ അടിക്കും ആ മൊമെൻറ്റിൽ പെട്ടെന്ന് ഒരു സാധനം. അങ്ങനെ അറിയില്ല, കൗണ്ടർ അങ്ങനെ അടിക്കാം. ജഗതി ചിലപ്പോൾ പറയുന്നത് ചില അങ്ങനെ കൗണ്ടർ അടിച്ചാൽ നമുക്കും പറയണ്ടേ, അപ്പോൾ അങ്ങനെ പറയല്ല. അത് പപ്പുവാറിനൊക്കെ ചെയ്യും. പക്ഷെ അത് റിഹേഴ്സലിന് ഏകദേശം നമുക്ക് ധാരണ ഉണ്ടാകും. പിന്നെ ജഗതി ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് അന്നേരം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ചില ഫേഷ്യൽ എക്സ്പ്രഷൻസും അത് ചിലപ്പോൾ നമുക്ക് ചിരി വരും. അങ്ങനെ ഇപ്പോഴും സംഭവിച്ചിട്ടുണ്ടോ ഇങ്ങനെ? പിന്നെ അതുകൊണ്ട് പിന്നെ എൻ്റെ മറ്റേ വിനയൻ്റെ ഒരു പടത്തിനകത്ത് ഞാൻ സംസാരിക്കുകയും ചെവിയൊക്കെ ചെയ്യാൻ ഇൻഡിപെൻഡൻസ് അതിനകത്ത് ജഗതി എനിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒക്കെ ഒന്ന് ഗോഷ്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഗോഷ്ടി കാണിക്കുന്നതൊക്കെ പറയുന്നുള്ളൂ കലാഭവമണിയും പുള്ളിയും കൂടെ. അപ്പം നമ്മൾ എനിക്കറിയാൻ മേലാത്ത രീതി ബ്ലാങ്ക് ആയിട്ട് വെറും ബ്ലാങ്ക് ആവണം നമ്മുടെ മനസ്സ്. ഇയാൾ നിൽക്കുമ്പോൾ ബ്ലാങ്ക് ആകാൻ പറ്റുമോ? ഇയാളിങ്ങനെ പിന്നെയാൾ എന്തെല്ലാം കാണിക്കുന്നത്, ഗോഷ്ടി കാണിക്കുക, നമ്മുടെ മൊത്തം കാണിക്കും. പക്ഷേ അയ്യോ അത് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് അല്ലേ. അപ്പോൾ അല്ല അന്നേരമൊക്കെ നമ്മളിങ്ങനെ ചിരിക്കാതെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. വെറും ബ്ലാങ്ക് ആവണം മനസ്സ്. അപ്പോൾ അത് അഭിനയിക്കുമ്പോൾ നമുക്ക് ബ്ലാങ്ക് ആകാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഉപദ്രവിക്കരുത് അമ്പിളിന്നൊക്കെ പറഞ്ഞത്. പിന്നെ നീ ചെയ്തെന്ന് പറഞ്ഞിട്ട് അല്ല അങ്ങനെ നിമിഷമുണ്ട്. സിദ്ദിഖ് ലാലിൻ്റെ ആദ്യത്തെ പടം റാംജി റാവു സ്പീക്കിംഗ്, അതിലെ ചേട്ടനാണ് റാംജി റാവു. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ചേട്ടന് തോന്നി? ആ ഒരു ടൈറ്റിൽ ക്യാരക്ടറാണ് എന്നൊക്കെ. അങ്ങനെ എനിക്ക് ആ റാംജി റാവു എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ഒരാളല്ലല്ലോ, അതെങ്ങനെ ആളായിരിക്കും എന്നൊക്കെയുള്ളൊരു അതെങ്ങനെയായിരിക്കും അയാൾ. നല്ല വലിയ പൊക്കവും നല്ല വണ്ണും ഭയങ്കര എടുപ്പുള്ള മനുഷ്യനാക്കി. എനിക്ക് അത്രയും പൊക്കമില്ല. ഇങ്ങനത്തെ ചില ചിന്തകളാണ്, നെഗറ്റീവ്സാണ് ഞാൻ വിചാരിക്കും. അപ്പോൾ അതെങ്ങനെ ആവാം, അതിനു വേണ്ടിയുള്ള ഈ മറുമരുന്നുകളൊക്കെ കണ്ടെത്തുക എന്നുള്ളതല്ല. അത് ഈ മുടിക്ക് ഫേസിന് എനിക്ക് നെറ്റി ഇവിടം വരെ മുടിയുണ്ട്. അപ്പം ഞാൻ കുറച്ച് പഠിച്ചു. അപ്പം കുറച്ച് നെറ്റ് കിട്ടി, ഈ സൈഡ് കുറച്ച് ഈ വീതി കിട്ടി, പിന്നെ കൃതാവ് ലോങ് ആക്കി, മീശ. അപ്പോൾ അത് ലോങ് ഫേസ് ഫീൽ ചെയ്യും. അതൊരു കാഴ്ച ഭയങ്കര വ്യത്യാസം. ഞാൻ പണ്ട് കേട്ടിട്ടുള്ള കഥ സത്യമാണെന്ന് അറിയില്ല, ഈ ചേട്ടൻ്റെ മുടി ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടി മുട്ട തേച്ചത്. അന്ന് ജെല്ലൊന്നുമില്ല, ജെല്ലെന്ന സാധനമൊന്നും ഇല്ല. അപ്പം മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തേച്ച് ചീകിക്കഴിഞ്ഞാൽ വട്ടി പോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ അനങ്ങില്ല. പിന്നെ എത്ര കാറ്റടിച്ചാൽ പോലും അനങ്ങില്ല. ചേട്ടൻ പുതുതലമുറയിലെ കുട്ടികളോട് എന്താ? ഇപ്പം നസ്ലിൻ്റെ ഒക്കെ അച്ഛനായിട്ടൊക്കെ അഭിനയിച്ചു. അപ്പോൾ ആസിഫിക്കയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നു, ദുൽഖറിൻ്റെ അച്ഛനായി, പ്രണവിൻ്റെ അച്ഛനായി. അപ്പോൾ അവരുടെ ഒരു ഗ്യാങ്ങിലേക്ക് എത്തുമ്പോൾ എന്താ ചേട്ടൻ തോന്നുന്നു? എനിക്ക് തോന്നുന്നു എന്നാലും അവരെ ഒരു ഞാനങ്ങനെ അവരുടെ ഗ്യാങ്ങിലേക്ക് ഞാൻ ചെന്നോ, ഞാൻ അവരോടൊപ്പം തന്നെയൊക്കെ ഉള്ള ആളല്ലേ. എനിക്കെന്ത് അവരെ അഭിനയം അതെന്താ ചേട്ടൻ്റെ സംശയങ്ങളോ അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ? അവർ ചോദിച്ചാൽ ഞാൻ പറയും. അല്ലാതെ ഞാൻ കയറിക്കൊണ്ട് അവരോട് അഭിപ്രായമൊന്നും പറയല്ല. അത് ഓരോരുത്തർക്ക് അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ അല്ലേ. ചിലപ്പോൾ നമ്മൾ ചോദിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ വന്നാലേ ചിലപ്പോൾ പറയുമ്പോൾ നമുക്ക് ചെയ്താലോ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുമെന്നല്ല. ഞാൻ അവരെ കയറി ഒരിക്കലും ചെയ്യും. അതൊക്കെ ഓരോ വ്യക്തികളും. അത് നടൻ എന്ന് പറയുന്നത് ഭയങ്കര സ്വതന്ത്രനായൊരു വ്യക്തിയാണ്. അയാൾക്കൂടെ സൃഷ്ടിക്കപ്പെടേണ്ടതാണ്. അത് വേറെ ആൾക്ക് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ എന്നോട് ഒരാൾക്ക് ഇയാൾ ഇങ്ങനെ നടക്കണം, ഇങ്ങനെ നോക്കണം എന്നൊന്നും എന്നെ പറയാൻ പറ്റില്ല, പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റാത്ത കാര്യം അത്. പിന്നെ വെറുതെ എന്തിനാ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ചില നിർദ്ദേശങ്ങൾ കൊടുക്കാം, ചില വഴികൾ ചൂണ്ടിക്കാണിക്കാം. ഇങ്ങനൊരു വഴിയുണ്ട്, അങ്ങനെ വഴിയുണ്ട്, പിന്നെ ചില ടെക്നിക്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറയാമെന്നല്ലാതെ. ചേട്ടൻ അതിൽ ഈ ജയപരാജയങ്ങളെ ചേട്ടൻ എഫക്റ്റ് ചെയ്യാറുണ്ടോ സിനിമകളുടെ? ഒന്നാമത് ഞാൻ ഇങ്ങനെ അത്ര വലിയ കാര്യമായിട്ട് ഒന്നിനെയും കാണുന്ന ആളല്ല. എൻ്റെ പരാജയം എൻ്റെ വിജയമാണെങ്കിൽ എനിക്കിപ്പം സത്യം പറഞ്ഞപ്പോൾ എനിക്ക് എത്രയോ ഞാൻ അഭിനയിക്കാവുന്നത് എത്രയോ നാളായി. ഇന്ന് വരെ എനിക്കൊരു ഇപ്പം അംഗീകാരം എന്ന് പറഞ്ഞാൽ പല സംഘടനകളുടെ ഉണ്ട്, ഈ ചാനലുകൾ, അതിനൊക്കെ അവാർഡുകളൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ഈ വർഷമാണ്. അപ്പോൾ അത് കിട്ടാതിരുന്നതുകൊണ്ട് എനിക്ക് യാതൊരു എന്നെ ബാധിച്ചിട്ടില്ല. പക്ഷെ ചിലപ്പം എനിക്കൊന്ന് പണ്ടെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. ഈ പറഞ്ഞ ചേറാടിക്കറിയ, ദേശാടനം ഒക്കെ അഭിനയിച്ച സമയം, അതൊക്കെ നമ്മുടെ ഒരു വളർച്ചയുള്ള സമയമാണല്ലോ. ആ സമയത്ത് ചിലപ്പം എന്നെ അത് ഭയങ്കരമായിട്ട് ഇത് ചെയ്തത് സന്തോഷിപ്പിച്ചേനെ. ഇപ്പം എനിക്ക് അങ്ങനെ വലിയ സന്തോഷം തോന്നുന്നത് ഫാക്റ്റാണ്, അല്ലാതെ അതിനെ പുച്ഛിക്കലല്ല. എല്ലാ സന്തോഷത്തോടു കൂടി രണ്ട് കൈയും നീട്ടി ഞാൻ വാങ്ങുന്നു. പക്ഷേ എൻ്റെ വെരി പേഴ്സണലായിട്ടുള്ള കാര്യം ഞാൻ പറയാം, എനിക്ക് അങ്ങനെ സന്തോഷം തോന്നുന്ന ഒരു അംഗീകാരം അല്ലത്. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ തോന്നേണ്ട ഒരു കാലത്തായിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. ശരിക്കും ചേട്ടനിപ്പോൾ പിന്നെ ഞാൻ അഭിനയിക്കുന്നു എന്നുള്ളത്
ഒരിക്കലും ഒരു 1% ഒരു അവാർഡ് പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എൻ്റെ ഏറ്റവും വലിയ അവാർഡ് സന്തോഷം ഈ ഇപ്പം എന്നെ ഇപ്പം ഈ പടം കഴിഞ്ഞിട്ട് ആൾക്കാർ വിളിക്കുന്നില്ലേ, അതാണ് എൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അതെനിക്ക് 10 അവാർഡ് കിട്ടിയാലും ഈ സന്തോഷത്തോളം വരികയില്ല. അത് ഞാൻ വേറെ ഒന്നും പറയല്ല, അവാർഡിനെ പുച്ഛിച്ചുകൊണ്ട് പറയല്ല, അതിനെ കുറച്ച് കണ്ടുകൊണ്ട് പറയാം. അവാർഡ് നല്ലതാണ്, അതൊരു 5-10 പേര് എന്നോട് തീരുമാനിക്കണം, ഇയാൾ ഇന്ന് തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിൽ ഞാൻ സന്തോഷിക്കുന്നത് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. അത് അവരുടെ കാഴ്ചപ്പാടാണ്. അതേസമയം ഇപ്പം സിനിമ കണ്ടിട്ട് എന്നെ വിളിക്കുന്നത് അങ്ങനെയല്ല. അവർ കണ്ടിട്ട് അവർക്ക് വേറെ ചോയ്സ് ഇല്ല, മറ്റൊരാളെ പോലെയൊന്നും മറ്റൊരാളെ പോലെയൊന്നുമല്ല. ആ കഥാപാത്രം ഞാൻ അഭിനയിച്ചിട്ട് അത് മാത്രമാണ് പറയുന്നത്, അതല്ലേ ഒരു അംഗീകാരം. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഈ മത്സരം സപ്പോസ് ഇതാണെങ്കിൽ തന്നെ എങ്ങനെയാണ് ഒരു മത്സരം വരുന്നത്? ഇപ്പം ഞാനുമായിട്ട് മത്സരിക്കുന്നത്, ഈ ക്യാരക്ടർ 3 പേര് അല്ലെങ്കിൽ 4 പേരെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ട് ആരാ നല്ലതെന്ന് പറഞ്ഞാൽ നല്ലതെന്ന് പറയാം. അല്ലാതെ ഇപ്പം ഞാനിത് അഭിനയിച്ചു, മമ്മൂസ് വേറെ റോൾ അഭിനയിച്ചു, മോഹൻലാൽ വേറെ റോൾ അഭിനയിച്ചു, ശ്രീനിവാസൻ വേറൊന്ന് അഭിനയിച്ചു, പിന്നെ പൃഥ്വിരാജ് അല്ലെങ്കിൽ ടോവിനോ വേറെ റോൾ അഭിനയിച്ചു. ഇത് 5-6 തമ്മിൽ മത്സരം വന്നിട്ട് ഇതാണ് നല്ലതെന്ന് ടോവിനോയുടെ റോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. എൻ്റെ റോൾ ടോവിനൊക്കെ അഭിനയിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇത് തമ്മിൽ മത്സരം വരുന്നത്? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മത്സരത്തിനെ പറ്റി ചോദിച്ചു എനിക്ക് തോന്നുന്നു ഒരു 2-3-4 പേരും ബെസ്റ്റ് ആക്ടർ വെക്കണം. എന്ത് കുഴപ്പം? 4 നല്ല നടന്മാർ വെച്ചുകൂടെ? ഇതിനകത്ത് എങ്ങനെ ഒരാൾ മാസം നല്ലതാകുന്നത്? ഇപ്പം ഓട് കാണാൻ ഒരാൾ ഏറ്റവും ഫ്രണ്ടിൽ ഓടി 1ാമത് ഓടി എത്തി എന്ന് പറയാം, ശരി. ഫസ്റ്റ് ചാടുന്ന ഏറ്റവും കൂടുതൽ ചാടി എന്ന് പറയാം. ഇതിനകത്ത് എങ്ങനെ പറയും? നന്നായിട്ട് അഭിനയിച്ചെന്ന് എങ്ങനെ പറയില്ലേ? അല്ല, ഇയാളെക്കാളും നന്നായിട്ട് അയാൾ അഭിനയിച്ചു നമ്മൾ പറയും. ഇപ്പം നെടുമുടി വേണു, ഗോപിച്ചേട്ടനും തിലകൻ ചേട്ടനും കുറേ ഒരു മത്സരം വന്നാൽ ഇവർ 3 പേരും ഇപ്പം 3ാം പക്കത്തിലെ തിലകൻ ചേട്ടൻ, നെടുമുടി വേണു മിന്നാമിന്നിങ്ങനെ നുറുങ്ങുവട്ടത്തിലെ നെടുമുടി വേണു, മറ്റേ ഗോപിച്ചേട്ടൻ്റെ കൊടിയേറ്റോ, അത്രയും വ്യത്യസ്ത വേഷം ചെയ്ത് വേറെ ആളില്ല. അങ്ങേരുമായിട്ട് മത്സരിക്കും. ഇത് ആരാ നല്ലത്? അതാത് കഥാപാത്രങ്ങൾ അവരൊക്കെ പെർഫെക്റ്റാണ്. പിന്നെ ഇവർ തമ്മിൽ എങ്ങനെ മത്സരം വരുന്നത്? പിന്നെ എന്താണ് മത്സരത്തിന് മാനദണ്ഡം? എന്താ? കഥാപാത്രത്തെ നോക്കുമോ? ഇവരുടെ സമീപനമാണെങ്കിൽ ഒരു പെർഫെക്റ്റാണ്, പിന്നെ എങ്ങനെ മത്സരിക്കുന്നത്? അപ്പം അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിന് എത്രമാത്രം, അതുകൊണ്ട് എനിക്കത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാനിത് അഥവാ കിട്ടിയത് കൊണ്ട് ഇപ്പം എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മഹാനടനായോ? കിട്ടാതെ പോയതുകൊണ്ട് ഞാൻ മോശം നടനായിരുന്നു? അല്ല, ശരിക്കും കിട്ടാതെ പോയതുകൊണ്ട് മോശം നടനായി അല്ല, ചേട്ടൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ആദ്യമായിട്ടാണ് ചേട്ടൻ കിട്ടുന്നതെന്നായിരുന്നു പലരുടെയും സംശയം. അതിന് വേറെ വലിയ രസമുണ്ടായി. ഞാൻ ഈ അവാർഡ് പ്രഖ്യാപിച്ചത് ഞാൻ ഇവിടെ UK എൻ്റെ മോന് ഒക്കെ ഉണ്ട് അവിടെ. ഓഗസ്റ്റ് 16-ാം തീയതി മറ്റേ. അപ്പോൾ എന്നെ ഇവിടുന്ന് വിളിച്ചു തന്നെ. അപ്പോൾ അവിടെ രാവിലെ നേരം വെളുത്തിട്ടേ ഉള്ളൂ, ഇവിടെ അനൗൺസ്, ഇവിടെ 12 മണിക്ക് മറ്റേ അനൗൺസ്. അപ്പോൾ അവിടെ 7 മണി മറ്റേ. ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പോൾ കൊച്ചുപിള്ളേരൊക്കെ അവനൊക്കെ എൻ്റെ കൂടെ ഞങ്ങൾ കിടക്കുന്നു ഒന്നിച്ച്. അപ്പോൾ അവനൊക്കെ മേത്ത് കാലൊക്കെ വെച്ച് ഇങ്ങനെ ചുണ്ട് കൂടി കിടക്കുമ്പോഴാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവൻ്റെ കാലൊക്കെ എടുത്ത് ഫോണായിട്ട്, അച്ഛാ എൻ്റെ മോന് അവാർഡാ. എനിക്കങ്ങനെ അത്രേ തോന്നിയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചാനലിൽ ഞാനിടയ്ക്ക് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞാൽ ഇവിടെയാണ് സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്കങ്ങനെ ഒരു ആഘോഷിക്കാനോ അല്ലെങ്കിൽ തോന്നിയില്ല മനസ്സ്. അത് എന്തോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പലരും വിളിച്ചു, ചേട്ടാ നമുക്ക് ഇൻ്റർവ്യൂ വേണം ചാനലുകളിൽ നിന്നൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ആയിക്കോട്ടെ, ഞാൻ 24-ാം തീയതി ഇപ്പം ഞാൻ പറഞ്ഞാൽ നേരിട്ട് മതിയല്ലോ. അങ്ങനെ പലരും വിളിച്ചു. ശരി, 24-ാം തീയതി ഞാൻ വരും. അപ്പം ഞാനും മനസ്സിലായി 24-ാം തീയതി 26-ാം തീയതി എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ 2-3 പേരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ കോള്. ഹലോ ചേട്ടാ, അപ്പോൾ ഒരു ചാനലിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്താ, ഹലോ എന്താ ഉണ്ട്? ചേട്ടാ പിന്നെ വന്നോ ചേട്ടാ? ഞാൻ പറഞ്ഞു വന്നു. ചേട്ടാ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. ചിരിക്കണോ കരയണോ? ഇന്നേ തീയതി വരെ ഈ ഒരു ചാനലുകാർക്കും എൻ്റെ അവാർഡിനെ പറ്റി ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എല്ലാവരും ചോദിക്കുന്നത് ഹേമ കമ്മിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അത്ര ഗതികെട്ടൊരവസ്ഥയിലായി ഞാൻ. അപ്പം ഇതിനെപ്പറ്റിയൊക്കെ ഒന്നും എന്ത് പറയാൻ. ചേട്ടന് സുരേഷ് ഗോപി, അതുപോലെ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, ആ ഒരു കോംബോയിൽ കുറേ സിനിമകൾ വന്നു, വൻ ഹിറ്റായി. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മകൾ എന്തൊക്കെയാണ് ചേട്ടനും പറയാം? എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു എല്ലാവരും സ്റ്റാർ ആകുക എന്നുള്ളതാണ് പലരുടെ ആഗ്രഹം. എനിക്ക് സ്റ്റാർ ആകുന്നല്ല, ഒരു ആക്ടർ ആകുക എന്നുള്ള എൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആഗ്രഹം. അതിനെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് രഞ്ജി പണിക്കരുടെ ഷാജി കൈലാസിൻ്റെ സിനിമകളിൽ അഭിനയിച്ചതാണ്. അതിനകത്ത് ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിൻ്റ്, എനിക്ക് സിനിമയിൽ വലിയ വ്യത്യസ്തമായ കഥാപാത്രം ആരും തന്നില്ല. പക്ഷേ എൻ്റെ ആസ് ആൻ ആക്ടർ എനിക്ക് മനസ്സിൽ
എനിക്ക് പറ്റും എന്ന് തോന്നിയത് ചേറാടിക്കറി അഭിനയിക്കാൻ അവസരം കിട്ടിയപ്പോഴാണ്. അത് രഞ്ജിപ്പണിക്ക് എഴുതിയ സ്ക്രിപ്റ്റാണ്. ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്തു. അതാണ് എൻ്റെ മനസ്സുകൊണ്ടൊരു ആക്ടർ എന്നുള്ള രീതിയിൽ സിനിമയിൽ എനിക്ക് മറ്റു പലതും ചെയ്യാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായത്. അതിനുശേഷം അവരുടെ തന്നെ മാഫിയ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശിവപ്പ എന്ന ക്യാരക്ടർ, കാലും വരാതെ. അപ്പോൾ എനിക്ക് പിന്നെ അവരോട് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ആക്കിയാലോ ഇങ്ങനെ ആക്കിയാലോ. ഈ ശിവപ്പയ്ക്ക് കാല് ഇങ്ങനെ ആകാൻ എനിക്കൊരു ഇതുണ്ടാക്കിയാൽ മൂവ്മെൻറ്റൊക്കെ വ്യത്യാസം വരുമല്ലോ, ലുക്കും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് തന്നെ അവരുടെ തന്നെ കിങ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചെറുപ്പക്കാരനായിട്ട് അതൊക്കെ അവരുടെ സിനിമയിൽ എനിക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കൊരു ഭയങ്കര ആസ് ആൻ ആക്ടർ എനിക്ക് സ്പേസ് എനിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്ന് തോന്നിയത് ഷാജിയുടെ രഞ്ജിപ്പണിക്കാരെ. കിങ്ങിലെ എനിക്ക് ആ ഒരു പോലീസ് സ്റ്റേഷനിലുള്ളൊരു സീനുണ്ടല്ലോ, മറ്റേ പുള്ളിക്കാരൻ മറ്റേ മുട്ടയോ ബിരിയാണി എന്തോ കഴിച്ചോണ്ടിരിക്കുക, ചേട്ടൻ കയറി എന്നിട്ട് ഒരു പത്രക്കാരനാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ പുള്ളി ചോദിക്കില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒന്ന് തിരികെ നോക്കുമോ കയറുമോന്ന്. അതിനകത്ത് എനിക്ക് ഓർമ്മ ഈ സിഗരറ്റ് ഞാൻ തിരിച്ച് ഒരു ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടുള്ള ആളായത്. അനിയന്റെ മരണം സിഗരറ്റിൽ ഈ ഫിൽറ്റർ തിരിച്ചു അറിയാതെ ആ ഒരു ആബ്സെന്റ് മൈൻഡഡ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ മേലെപ്പറമ്പിലെ വീട്ടിലെ ഞാൻ ഹ്യൂമറൊക്കെ ചെയ്യാമെന്നൊക്കെ ആൾക്കാർ. ഞാൻ എന്താ പറയുക, ഞാനൊരു കഥാപാത്രം ചെയ്യുമ്പോഴും അത് ഹ്യൂമറാണെന്നോ അല്ലെ അത് വില്ലനാണെന്നോ അല്ലെ നായകനാണെന്നോ വെച്ചല്ല ഞാൻ സമീപിക്കുന്നത്. ഞാൻ ആ ക്യാരക്ടറായിട്ട് ഇപ്പം അയാൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു വില്ലനായിട്ട് ഞാൻ ചെയ്യാനേ പോലും അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്, അയാളുടെ ഇൻറ്റൻഷൻ എന്താ, അയാൾ അങ്ങനെ സ്വഭാവക്കാരനാണ്. അപ്പോൾ ആ സ്വഭാവക്കാരനായിട്ട് ഞാൻ പെരുമാറുക, അല്ലാതെ ഞാൻ വില്ലനായിട്ട് കണ്ണുരുട്ടാനോ അതല്ല. ഇപ്പോൾ ഹ്യൂമർ അമ്മജി എന്ന് പറഞ്ഞിട്ട് തമാശ പറയാൻ വേണ്ടിയല്ല ഞാൻ തമാശ. ഞാൻ അങ്ങനെ ഒരു തടിയും മിടുക്കുമൊക്കെ ഉണ്ട്. പക്ഷെ അച്ഛനെ ഭയങ്കര പേടിയാണ്. ഞാൻ കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അച്ഛൻ സമ്മതിക്കില്ല. പെമ്പിളെ കാണുമ്പോൾ നോക്കണമെന്നുണ്ട്, പക്ഷെ അച്ഛൻ സമ്മതിക്കില്ല. ഇങ്ങനെ പേടിച്ച് ദൂരിയായിട്ടുള്ള കൃഷിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു അപ്പാവി ഒരുത്തൻ, അതാണ് ഞാൻ സങ്കല്പിക്കുന്നത്. അപ്പം അന്നേരം അതിനകത്തുണ്ടാകുന്ന ഹ്യൂമറാണ്, അല്ല ഹ്യൂമറിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ ഞാൻ സീരിയൽസിലെ ഒരു പ്രിൻസിപ്പലും അതുപോലെ ഒരു ഹ്യൂമർ ക്യാരക്ടർ. അതാണ് അതിലൊരു ഈ പറഞ്ഞ സ്ത്രീകളോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഇപ്പോൾ പ്രായമൊക്കെ ഉള്ള ഒരാൾ. അത് നമ്മൾ അങ്ങനെ അങ്ങ് വിചാരിക്കുക, അല്ലാതെ അതിനകത്ത് ഞാൻ തമാശക്കാരനാണെന്നോ തമാശ റോളാണെന്നോ വെച്ചോണ്ടല്ല ഞാൻ. പിന്നെ നായകനായിട്ട് തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ആണല്ലോ അതെന്ത് വെച്ചാൽ എല്ലാം ഒരേ നായകൻ എന്ന് വെച്ചാൽ എനിക്കൊക്കെ അന്ന് വന്നുകൊണ്ടിരുന്ന എല്ലാം ഒരു 5-8 ഇടി, പിന്നെ ഒരു പ്രേമം കാണും, അല്ലെങ്കിൽ 2 പേര് പ്രണയിക്കും, പിന്നെ എന്നെ പ്രതിബന്ധമായി നിൽക്കുന്ന വില്ലനെ തകർക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അതിന് അടിയുണ്ടാകും, പിന്നെ ചില ഡയലോഗുകൾ കൊണ്ടൊക്കെ അവനെ തോപ്പിക്കും. ഇതൊക്കെ തന്നെ പണി. അത് എല്ലാ സിനിമയിലും ഒന്നാകുമ്പോൾ മടുത്തു പോകില്ലേ. അപ്പോൾ ഒരു കഥാപാത്രം അല്ലാതെ നമ്മൾ ഒരു വേറൊന്നായിത്തീരും. അത് വലിയ പാടുള്ള കാര്യം. എനിക്കതിപ്പോഴും ഈ ക്യാരക്ടർ റോളുകൾ ചെയ്യാനാണ് താല്പര്യം. ഇനി ഏത് ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ ചെയ്യണം? അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇന്ന ക്യാരക്ടർ എൻ്റെ മനസ്സിലേ ഇല്ല. ഞാൻ ഇതൊന്നും ഇങ്ങനെ ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ലോ. ഇപ്പം 100 വയസ്സുള്ള അപ്പൂപ്പൻ്റെ അങ്ങനെ പ്രായമുള്ള ക്യാരക്ടർ ചെയ്യാൻ ഉണ്ടായിരുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ആണ് നമ്മളുടെ എന്നെ കണ്ടിട്ട് ഇപ്പോൾ ഇതിനകത്ത് തന്നെ പിള്ളേരുടെ ചെറുപ്പകാലം കാണിക്കുന്നുണ്ട്. അത് ചെയ്യുമ്പോഴല്ല ഇയാളാണോ അത് തോന്നുന്നത്, ഒരു അത്ഭുതപ്പെടുത്തലുണ്ടല്ലോ. ഞാൻ പൂക്കാലം അഭിനയിച്ചിട്ട് അതിന് പിന്നെ ഗോവൻ ഫിലിം ഫെസ്റ്റിവലിൽ അതുണ്ടായിരുന്നു. അപ്പം ഞാൻ കാണാൻ പോയിരുന്നു. നമ്മളെ ക്ഷണിക്കുമല്ലോ. പടം കഴിഞ്ഞ് ഞാനിങ്ങനെ നമുക്കൊരു മൊമെൻറ്റോയൊക്കെ തരും. ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതം, ഞാൻ തന്നെയാണോ എന്നിട്ട് വന്നിട്ട് ഇത് മുടി സ്വന്തം മുടിയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ വലിയ ഭയങ്കര സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ ചേട്ടന് ഇനിയും ഒരുപാട് സിനിമകൾ അഭിനയിക്കാൻ കഴിയട്ടെ, ഞങ്ങളെയൊക്കെ ഇനി രസിപ്പിക്കാൻ കഴിയട്ടെ. വളരെ സന്തോഷം ഇത്ര നേരം സംസാരിച്ചതിൽ. താങ്ക് യു ചേട്ടാ. താങ്ക് യു വെരി മച്ച്.